ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിലെ ദശമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം മറന്നു പോകരുത്. നിരോധം. നിരോധം എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തുന്നതിൻ്റെ പേരാണ് നിരോധം. മനസ്സിനെ അടക്കലാണ് ഏറ്റവും പ്രയാസം. ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ അടക്കണത് എന്തിനാ? ചിലർ ചോദിക്കും അടക്കാണ്ടിരുന്ന എന്താ? അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് അതിനെ അടക്കിയാൽ നല്ല ശാന്തി സമാധാനം അനുഭവിക്കാൻ അതിനുള്ള വഴി ഈ ദശമസ്കന്ധത്തിൽ വർണ്ണിക്കുകയാണ്. ഇനി മനസ്സിനെ അടക്കുക, അതാണ് ദശമസ്കന്ധം. ആ അടങ്ങിയ മനസ്സിൽ തത്വം തെളിയണം, അതാണ് ഏകാദശ സ്കന്ധം. മുക്തി, മോക്ഷത്തെ പറ്റിയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ കേട്ട കഥകൾ പൂതനാമോക്ഷം വരെ കേട്ടു. ഭഗവാന്റെ ആദ്യത്തെ ലീലയായിട്ടാണ് പൂതനാമോക്ഷം പറയുക. പാപത്തെ ഇല്ലാണ്ടിയാക്കുകയാണ്, അജ്ഞാനത്തെ ഇല്ലാണ്ടിയാക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ലീല വർണ്ണിക്കുക രുക്മിണി സ്വയംവരമാണ്. രുക്മിണി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. രുക്മിണി ഭഗവാനിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞാൽ ജീവബ്രഹ്മൈക്യം. അതിൻ്റെ ആദ്യപടിയാണ് എന്ത്? അജ്ഞാനത്തെ ഇല്ലാണ്ടിയാക്കുക. അതാണ് പൂതന എന്ന് പറഞ്ഞാൽ. പൂത നാ, പവിത്രയല്ലാത്തവൾ എന്നർത്ഥം. പൂത പറഞ്ഞാൽ പവിത്ര, എന്ന് പറഞ്ഞാൽ അല്ല, പവിത്രയല്ലാത്തവളാണ്. പക്ഷേ പവിത്രയല്ലാത്ത അവൾ ഭഗവാനെ തൊട്ടതോടു കൂടി എന്തായി മാറി? പവിത്രയായിട്ട് മാറി, ശുദ്ധമായിട്ട് മാറി. പൂതനയ്ക്ക് വേറൊരു അർത്ഥം കൂടിയുണ്ട്. സംസ്കൃത പദങ്ങൾക്കൊക്കെ പല അർത്ഥവും ഉണ്ടാവും. വിപരീതമായിട്ടും അർത്ഥം പറയാൻ പറ്റും. പൂതന എന്ന് പറഞ്ഞാൽ പവിത്രയല്ല എന്നർത്ഥം. മറ്റൊരർത്ഥം എന്താ? നാരായണേന പൂത സാ പൂതന. നാരായണനാൽ പവിത്രയാക്കപ്പെട്ടവൾ. നാരായണൻ ശുദ്ധമാക്കി ആരെ? ആ പൂതനയെ. അതുകൊണ്ട് പൂതന എന്ന് വരും. നമ്മളും ഉള്ളിലുള്ള അഹന്ത ഇല്ലാണ്ടിയാക്കണം, അത് കാണിക്കുകയാണ് ഒന്നാമത്തെ ലീല. അതിനുശേഷം പിന്നീട് ഭഗവാന്റെ മറ്റു ലീലകൾ വർണ്ണിക്കുകയാണ്. 28-ാം പിറന്നാൾ കേമായിട്ട് പലരും ക്ഷണിച്ചിട്ടുണ്ട്, അവരൊക്കെ എത്തിയിട്ടുണ്ട്. രാവിലെ ഭഗവാനെ കുളിപ്പിക്കുകയാണ് യശോദ. ഈ കാഴ്ച കാണാനായിട്ട് ബ്രഹ്മാദി ദേവന്മാരൊക്കെ ആകാശത്തിൽ അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. പരബ്രഹ്മത്തെ അങ്ങോട്ട് കമഴ്ത്തി കിടത്തുകയാണ് തൻ്റെ കാലിൻ്റെ മുകളിൽ. എന്ത് പുണ്യം ചെയ്തു ഈ യശോദ! കാല് നീട്ടി വെച്ചു കൃഷ്ണനെ കമഴ്ത്തി അങ്ങോട്ട് കിടത്തുന്നു. ചുറ്റും ഗോപസ്ത്രീകൾ, കയ്യിൽ എണ്ണയൊക്കെ ആയിട്ടൊരു ഗോപസ്ത്രീ, കൃഷ്ണനെ കളിപ്പിക്കാൻ കിലുക്കായിട്ടൊരു ഗോപസ്ത്രീ, ചൂടുവെള്ളമായിട്ട് വേറൊരു ഗോപസ്ത്രീ, തോർത്തുമുണ്ടായിട്ട് വേറൊരു ഗോപസ്ത്രീ, പയറുപൊടിയായിട്ട് വേറൊരു ഗോപസ്ത്രീ. ഇങ്ങനെ ഗോപസ്ത്രീകളൊക്കെ ചുറ്റുരിക്കണു. നടുക്ക് യശോദ കാല് നീട്ടി വെച്ച് ആ പരബ്രഹ്മത്തെ കമഴ്ത്തി അങ്ങോട്ട് കിടത്തി ഭഗവാന്റെ കാലിലും കയ്യിലൊക്കെ എണ്ണ തേപ്പിക്കുകയാണ്. കിം ബ്രൂമസ്തുവാം യശോദേ. അത് കണ്ട് കണ്ണു നിറഞ്ഞ് ബ്രഹ്മാവ് ചോദിക്കുക, എന്ത് പുണ്യം ചെയ്തു യശോദ നീ? കാരണം ആ വിഷ്ണു ഭഗവാനെ ഒന്ന് അടുത്ത് കാണാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്, അത്രയേ ഉള്ളൂ. തൊടാൻ സമ്മതിക്കുന്നില്ല. അടുത്തേക്ക് പോകാൻ ആ കഷ്ടിയൊക്കെ അടുത്തൊക്കെ പോയി നിൽക്കാന്നല്ലാതെ ഇതുപോലെയൊന്നും ഭഗവാനെ എടുക്കാനോ ലാളിക്കാനോ ഉമ്മ വയ്ക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. നീ എന്ത് പുണ്യം ചെയ്തു എന്ന് പറഞ്ഞു തരൂ. ഏത് അമ്പലത്തിലാണ് പോയത്? എന്ത് വഴിപാടാണ് കഴിച്ചത്? എന്ത് വ്രതമാണ് നീ നോറ്റത്? കിം ബ്രൂമസ്ത്വാം യശോദേ കതി കതി സുകൃത ക്ഷേത്രമുഖ്യാനി പൂർവം. ഏതൊക്കെ ക്ഷേത്രങ്ങൾ നീ സന്ദർശിച്ചു? എന്തൊക്കെ വ്രതങ്ങൾ നോറ്റു? അതാണ് എന്ന തപം ചെയ്തനേ യശോദ, എന്ന തപം ചെയ്തനേ. എന്ത് തപസ്സാ ചെയ്തത്? കാരണം പരബ്രഹ്മം കൊഞ്ചി കൊഞ്ചി അമ്മയെന്ന് വിളിക്കണമെങ്കിൽ എന്ത് പുണ്യം ചെയ്തു? ആ ഭഗവാനെ ഇങ്ങനെ താരാട്ട് പാട്ട് പാടി ഉറക്കാനും ലാളിക്കാനും പാല് കൊടുക്കാനും ഒക്കെ ഈ ഒരു ഇടയപ്പെണ്ണിന് സാധിക്കുന്നുണ്ടല്ലോ. പറയുമ്പം സ്കൂളൊന്നും പോയിട്ടില്ല, ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ത്രീക്ക് എങ്ങനെ സാധിക്കുന്നു? ബ്രഹ്മാവ് ചോദിക്കുകയാണ്. എന്തോ വലിയ പുണ്യം ആര് ചെയ്തിട്ടുണ്ട്? ഈ യശോദ ചെയ്തിട്ടുണ്ട്. ഭഗവാനെ കുളിപ്പിക്കുമ്പോൾ തന്നെ ഭഗവാൻ കണ്ണടയ്ക്കുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നത് പോലെ. എന്താ വെച്ചാൽ അമ്മയ്ക്ക് കുറേ തിരക്കുണ്ടാവും, പലരും വരുന്നതല്ലേ. ഇനി പന്നി നോക്കി സമയം കളയണ്ട, വേഗം ഒരു ഭാഗത്ത് കിടത്തി ഉറക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാവാം. യശോദയ്ക്ക് തോന്നി ഉണ്ണിക്ക് ഉറക്കം വരുന്നുണ്ട്, എന്നാൽ പിന്നെ വേഗം കിടത്തി ഉറക്കാം എന്ന് കരുതി കുളി കഴിഞ്ഞു ഭഗവാനെ കേമായിട്ട് അലങ്കരിച്ച് പട്ട് വിരിച്ചത് അവിടെ കിടത്തി ഒരു വണ്ടിയുടെ ചുവട്ടിലായിട്ട് കുട്ടികളെ ഏൽപ്പിച്ചു. ഉണ്ണി ഉണർന്നാൽ അറിയിക്കണം എന്ന് പറഞ്ഞ അടുക്കളപ്പണിക്ക് ആര് പോയി? അമ്മ പോയി. കുട്ടികൾ ചുറ്റുമിരിക്കണു. ഭഗവാൻ ശ്വാസം വലിക്കുമ്പോൾ ആ കുമ്പ വീർക്കണത് താഴണതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് അവർ. ദൂരത്തായിട്ടൊരു വണ്ടി, ശകടം, അതിലേക്ക് കംസൻ പറഞ്ഞയച്ച അസുരൻ, ശകടാസുരൻ ആവേശിച്ച് അത് ഉരുണ്ടങ്ങോട്ട് വന്നു. ഉറക്കത്തിനിടയ്ക്കൊക്കെ കാലിൻ്റെ തള്ളവരലൊക്കെ അങ്ങനെ നൂർത്തണുണ്ട്, മടക്കണുണ്ട്. ആ തള്ളവരലൊന്ന് നൂർത്തിയപ്പം ചെറുതായിട്ടൊന്ന് കൊണ്ടു. എവിടെ? ഈ ഉരുണ്ട് വരുന്ന വണ്ടിയുടെ മുകളിൽ കൊണ്ടതും ഇത് മുകളിലേക്ക് അങ്ങോട്ട് പൊന്തി അവിടെ നിന്ന് അങ്ങോട്ട് തിരിയാൻ തുടങ്ങി. പിന്നെ അത് തവിട് പൊടിയായിട്ട് താഴത്തേക്ക് വീണു. ഇത് കുട്ടികൾ കണ്ടു. താഴത്തേക്ക് വീണ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ശബ്ദം പുറമേക്ക് വന്നിട്ടുള്ളൂ. സംഭവം നടന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ശബ്ദം എല്ലാവരും കേട്ടുള്ളൂ. അവരൊക്കെ ഓടി വന്ന് നോക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച കുറച്ച് ദൂരത്തായിട്ട് വണ്ടി പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അവർ ചോദിച്ചു കുട്ടികളോട്, എന്ത് പറ്റി, ഇതെന്താ സംഭവിച്ചത് ചോദിച്ചു. നിങ്ങൾ തല്ലി പൊട്ടിച്ചതാണോ? എന്തേ പണ്ടായി ഈ വണ്ടി എങ്ങനെ പൊട്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്തതല്ല, ഈ ഉണ്ണിയുടെ കാലിൻ്റെ തള്ളവരൽ കൊണ്ടതാ.
അവർ മൂക്കത്ത് വിരൽ വെച്ചു. കഷ്ടം, ഈ കുട്ടികളെന്തോ വിഡിത്തം പറയുന്നുണ്ട്. ചെറിയൊരു ഉണ്ണി ഉണ്ടായിട്ട് 28 ദിവസമായിട്ടുള്ളൂ. ആ ഉണ്ണിയുടെ കാലിൻ്റെ തള്ളവിരൽ കൊള്ളുമ്പോഴേക്കും ഉണ്ടപ്പോഴേക്കും ഈ വലിയൊരു വണ്ടി തവിട് പൊടിയാവണമെങ്കിൽ കുട്ടികളെന്തോ വിഡിത്തം പറയുകയാണ്. അവരെ കുട്ടികൾ പറഞ്ഞത് വിശ്വസിച്ചില്ല. എന്നാൽ അന്വേഷിച്ചതുമില്ല. ലോകരങ്ങനെയാണ്. ഒന്ന് അന്വേഷിച്ചാൽ ഭഗവാനെ കിട്ടും, അന്വേഷിക്കുകയോ ഇല്ല. എന്നാൽ സജ്ജനങ്ങൾ മഹാത്മാക്കൾ പറഞ്ഞത് വിശ്വസിക്കുകയോ അതുമില്ല. ഇതാണ് നമ്മുടെയൊക്കെ കുഴപ്പം. അന്വേഷിക്കുകയില്ല, വിശ്വസിക്കുകയില്ല. ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ നിഷ്കളങ്കരായ കുട്ടികൾക്ക് ഭഗവാന്റെ ലീലകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം നമ്മളും നിഷ്കളങ്കരായ നമുക്കും ഭഗവാന്റെ ലീലകളാണ് ഇവിടെ നടക്കണമെന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നിഷ്കളങ്ക മനസ്സാവാൻ ശ്രമിക്കൂ. അതിനാണ് ഈ സ്കന്ധം തന്നെ, ദശമസ്കന്ധം. ഈ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കളങ്കമൊക്കെ നീങ്ങും, ശാന്തി സമാധാനം അനുഭവിക്കാൻ പറ്റും. അതിനുശേഷം തൃണാവർത്തന മോക്ഷം കൊടുക്കുന്ന ലീല അത് വർണ്ണിച്ചു. പിന്നീട് ഭഗവാന് പേരിടുകയാണ്. കാരണം ഇത്രയും ദിവസമായിട്ട് പേരിട്ടിട്ടില്ല. എന്താ പേരിടാത്തത് ചോദിച്ചാൽ നന്ദഗോപർ വിചാരിക്കണം എന്താ വെച്ചാൽ തൻ്റെ മകൻ കൃഷ്ണൻ, വസുദേവരുടെ ഉണ്ണി ഇവിടെ അല്ലേ, മൂത്തളയാളല്ലേ ബലരാമൻ, ആ ഉണ്ണിക്ക് പേരിടാണ്ട് തൻ്റെ ഉണ്ണിക്ക് എങ്ങനെയാണ് പേരിടുക? ഇനി ആ ഉണ്ണിക്ക് പേരിടണമെങ്കിൽ അത് തൻ്റെ ഗുരുനാഥനെ കൊണ്ട് പേരിടിച്ചാൽ ആർക്ക് ഇഷ്ടപ്പെടുമോ? ഈ വസുദേവർക്ക് ഇഷ്ടപ്പെടുമോ? വസുദേവർ വലിയ കേമായിട്ടുള്ള ക്ഷത്രിയനാണ്. താൻ അത്രയ്ക്കങ്ങോട്ടൊരു കേമത്തല്ല. തൻ്റെ ഗുരുനാഥൻ ശാണ്ഡില്യനാണ്. വസുദേവരുടെ ഗുരുനാഥനോ ഗർഗനാണ്. വസുദേവരുടെ ഉണ്ണിക്ക് ശാണ്ഡില്യനെ കൊണ്ട് പേരിടിച്ചാൽ അയാൾക്ക് ഇഷ്ടപ്പെടുമോ? അയാളോട് വെച്ചാൽ ചോദിക്കാനും വയ്യ. അദ്ദേഹം അവർ കംസൻ്റെ കൊട്ടാരത്തിലെ കാരാഗൃഹത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഉണ്ണിക്ക് പേരിടൽ ചടങ്ങ് നടത്താണ്ട് എൻ്റെ ഉണ്ണിക്ക് എങ്ങനെ ഇടും? അത് ശരിയാണോ? ഇങ്ങനെയൊക്കെയുള്ളൊരു വിചാരമാണ് ആർക്ക്? നന്ദഗോപർക്ക്. പിന്നെ കരുതി എന്തോ ആവട്ടെ, അയാളിപ്പോൾ അവിടെയല്ലേ, അയാൾക്ക് പേരിടാൻ എന്തായാലും സാധിക്കില്ല, താൻ തന്നെ 2 ഉണ്ണികൾക്കും പേരിടാം, തൻ്റെ ഗുരുനാഥനോട് പറയാം എന്ന് കരുതി ശാണ്ഡില്യനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ആര് പുറത്തുണ്ട്? മുറ്റത്തെത്തി ഗർഗാചാര്യൻ. ഗർഗാചാര്യൻ യാദവന്മാരുടെ ആചാര്യനായിട്ട് വന്നു തന്നെ എന്തിനാ? ഈ പരബ്രഹ്മത്തിന് പേരിടാനുള്ള അവസരം തനിക്കുണ്ടാവുമല്ലോ കരുതിയിട്ടാണ്. അത് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഗർഗപുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഹ വ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിത. ഗർഗർ വന്നത് എങ്ങനെയാ? വസുദേവ പ്രചോദിത. വസുദേവർ പറഞ്ഞയച്ചതാ. വസുദേവർ പറഞ്ഞു, ഇനി അങ്ങ് വൈകിയാൽ അയാൾ ശാണ്ഡിലിനെ കൊണ്ട് പേരിടിക്കും. എനിക്ക് നിർബന്ധം, അങ്ങ് പേരിടണം, 2 പേർക്കും അങ്ങാ പേരിടേണ്ടത്. ഞാൻ പറഞ്ഞയച്ചു വരിക എന്ന് പറയണ്ട, യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ട പോലെ അവിടെ എത്തിയാൽ മതി. ശരി, ഗർഗരെത്തി. ഗർഗരെങ്ങോട്ട് കണ്ടതും നന്ദഗോപർ പറഞ്ഞു, ഞാനൊരു മഹാത്മാവിനെ അന്വേഷിച്ചിറങ്ങിയതാ. അപ്പോൾ ദാ വേറൊരു മഹാത്മാവ് എൻ്റെ മുന്നിൽ. എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ ഭഗവാന്റെ സങ്കല്പം എങ്ങനെയിരിക്കും? അങ്ങയുടെ കൂട്ടത്തിലൊരാൾ ഇവിടെ ഉണ്ട്. ആരാത്? ബലരാമനെ ഉദ്ദേശിച്ചത്. അങ്ങ് പേരിടണം. പിന്നെ എനിക്കിപ്പോൾ എൻ്റെ ഉണ്ണിയെ ശാണ്ഡിലിനും പേരിടണമെന്നൊന്നും വാശിയൊന്നുമില്ല. മഹാത്മാവാവണം, ഒരു കേമനായിരിക്കണം എൻ്റെ ഉണ്ണിക്ക് പേരിടുക, അത്രയേ ഉള്ളൂ. അങ്ങ് എത്തിയല്ലോ, എൻ്റെ ഉണ്ണിക്ക് അങ്ങ് പേരിട്ടാൽ മതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ യാദവന്മാരുടെ ആചാര്യൻ എന്നുള്ള കാര്യം ലോകത്ത് പ്രസിദ്ധ. യദൂനാമഹമാചാര്യ. ഞാൻ യാദവന്മാരുടെ ആചാര്യൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം, ആരും അറിയാണ്ട പേരിടാം. കാരണം യാദവന്മാരുടെ ആചാര്യനായിട്ടുള്ള ഞാൻ ഈ യമുനാ നദി കടന്ന് ഇവിടെത്തി ഇടയന്മാരുടെ വീട്ടിൽ വന്ന് ഏതോ 2 കുട്ടികൾക്ക് പേരിട്ടു എന്നുള്ള വാർത്ത നാളെ കംസൻ അറിഞ്ഞാൽ, കംസൻ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സംശയമുണ്ട്, 8ാമത്തെ കുട്ടി പെണ്ണാവാൻ തരല്ല, എൻ്റെ അന്തകൻ അത് പെണ്ണാവാൻ തരല്ല, എന്തോ കളി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെയുള്ള കുട്ടികളൊക്കെ കൊല്ലാനായിട്ട് പുറപ്പെട്ട് നടക്കുക. ആ സ്ഥിതിക്ക് യാദവന്മാരുടെ ആചാര്യനായിട്ടുള്ള ഞാനിവിടെ വന്ന് ഈ കുട്ടികൾക്ക് പേരിട്ടു എന്നുള്ള വാർത്ത കംസൻ അറിഞ്ഞാൽ കംസൻ വിചാരിക്കും ഈ കുട്ടികളാണ് അന്തകൻ, ഇതിലൊരാളാണ് അന്തകൻ. അതന്നെയാണ് സത്യം. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് ഈ കുട്ടികളെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ അത് നമ്മൾ കാരണം കുട്ടികൾക്ക് ഉപദ്രവമല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിവിടെ വന്ന കാര്യമോ പേരിടുന്ന കാര്യമോ ആരും അറിയേണ്ട, രഹസ്യമായിട്ട് മതി, ആ കവാടം അങ്ങോട്ട് അടച്ചോളൂ എന്ന് പറഞ്ഞു. ആകെ 4-5 വൃദ്ധ ഗോപന്മാരെ അവിടെ ഉള്ളൂ. കവാടം അങ്ങോട്ട് അടച്ചു. ഗോശാലയിൽ വെച്ചിട്ടാവാം, അങ്ങനെയാകുമ്പോൾ ആരും അറിയില്ല എന്ന് പറഞ്ഞ് ഗോശാലയിൽ വെച്ചിട്ടാണ് പേരിടൽ ചടങ്ങ്. ഗോശാല പറഞ്ഞാൽ തൊഴുത്ത്, പശുവിൻ്റെ തൊഴുത്താണ്. ഇത്രയും നല്ലൊരു സ്ഥലം ലോകത്ത് വേറില്ല. ശുദ്ധമായ സ്ഥലം. പശുവിൻ്റെ എല്ലാ വസ്തുക്കളും ശുദ്ധാക്കുന്നതാണ്. നമുക്ക് വേണ്ടാത്തതൊക്കെ അത് കഴിക്കും കേട്ടോ. അമൃത് തരും, പുല്ല് വെള്ളം ഒക്കെ കഴിക്കും കേട്ടോ. തരുന്നത് എന്താ? പാലെന്ന് പറഞ്ഞാൽ അമൃതമാണ്. നമ്മൾ കുറച്ച് കാലം അമ്മയുടെ പാല് കുടിക്കണുള്ളൂ, പിന്നെ കുടിക്കുന്നതൊക്കെ ആരുടെ പാലാണ്? പശുവിൻ്റെ പാലാണ്. അതുകൊണ്ടാണ് പശു നമ്മളുടെ ഒക്കെ അമ്മയായിട്ടാണ് പറയുക. നമ്മുടെ പെറ്റമ്മ നമ്മുടെ മാത്രം അമ്മയാണ്. പശു പക്ഷേ ലോകത്തിൻ്റെ മുഴുവനും അമ്മയാണ്. അത്രയ്ക്കും ബഹുമാനം, ഭക്തി, ആദരവ് ആ ജന്തുവിനോട് നമുക്ക് തോന്നണം. ചേട്ടൊക്കെ കളിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പശുവിനെ മാത്രം ഇപ്പം എത്ര കാര്യം എന്താ, അതുപോലെ തന്നെ ഇല്ലേ നായ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതെ, ഈശ്വര ചൈതന്യം എല്ലാത്തിലും ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ വ്യവഹാരത്തിൽ നോക്കിയാൽ പശു പോലെ ആവുമോ നായ? നായയെ നമ്മൾ പിന്നെയും സംരക്ഷിക്കണമൊക്കെ ഉണ്ട്, എല്ലാ വീട്ടിലും കാണുമ്പോൾ. പശുവിനെ പക്ഷേ ഇപ്പം ദുർലഭ, എല്ലാ ദിക്കിലും ഇല്ല.
പശുവിൻ്റെ ചാണകം നോക്കും, അത് ശുദ്ധാക്കാൻ ഉപയോഗിക്കുന്നതല്ലേ. നിലം മെഴുകുക എങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ. ഇന്നും ശുദ്ധാക്കാൻ ഉപയോഗിക്കുമ്പോൾ ചാണകം എടുക്കും. ഭസ്മം തൊടുന്നില്ലേ, ശരിക്കും നല്ല ഭസ്മമാണെങ്കിൽ അതെന്താ, പശുവിൻ്റെ ചാണകം അത് ഉണക്കി ചുട്ടെടുത്തതാണ് ഭസ്മം. ശുദ്ധാക്കാൻ എടുക്കും, അതാണ് ചാണകം. നായ നല്ല ജന്തുവൊക്കെ തന്നെയാണ്, പക്ഷേ ചാണകം എടുക്കുക നായയുടെ, അത് വ്യത്യാസം. ഇത്രയേ ഉള്ളൂ. ഇത് പറയേ വേണ്ടു, ഇത്രയേ പറയാനുള്ളൂ, അധികമൊന്നും പറയാനില്ല. മനുഷ്യൻ വലിയ കേമന എടുക്കുക. അപ്പം നമ്മളെക്കാളിലൊക്കെ കേമാണ് ഈ ജന്തു. അതാ പറയണത്. അതിൻ്റെ ഗോമൂത്രമാണെങ്കിലും ചാണകമാണെങ്കിലും അതിനൊക്കെ ഔഷധ ഗുണങ്ങളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പഞ്ചഗവ്യം 5 സാധനം അത് പശുവിൻ്റെയാണ്. അത് ശ്രീലകം വരെ കൊണ്ടുപോവാം, അഭിഷേകം ചെയ്യുക വിഗ്രഹത്തിന്. എന്നാലോചിച്ചു, അപ്പോൾ ചെറിയ കാര്യമില്ല എന്നർത്ഥം. ശുദ്ധമായിട്ടുള്ള സ്ഥലം അവിടെ വെച്ചിട്ടാണ് ഭഗവാന്റെ പേരിടൽ ചടങ്ങ് നടക്കുന്നത്. ആദ്യം ആ ബലരാമേട്ടനെ മടിയിൽ വെച്ചു. എന്തൊരു സൗന്ദര്യമാണ് ഈ ഉണ്ണിക്ക്. എടുത്തു കഴിഞ്ഞാൽ താഴ്ത്തു വെക്കാൻ തോന്നില്ല. അയാളുടെ പുഞ്ചിരി കണ്ടാൽ ആരെയും മയക്കും. രമയതി ഇതി രാമഃ, രമിപ്പിക്കുന്നവൻ, എല്ലാവരെയും ചിരിച്ചു മയക്കുന്നവൻ. അങ്ങനെ രാമൻ എന്ന് പേരിട്ടു. ബലാധിക്യാത് ബലം വിദുഹു, നല്ല കനുണ്ട്, നല്ല ബലമുള്ള ആളാണ്. അതുകൊണ്ട് ബലരാമൻ. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കും. യാദവന്മാരെ മുഴുവൻ എന്ത് ചെയ്യുന്നു, ഐക്യത്തോടു കൂടി നോക്കി നടത്തുന്ന ആളായതുകൊണ്ട് സംകർഷണൻ. ഇതിനൊക്കെ വേറെയും പല അർത്ഥങ്ങളുമുണ്ട്. എന്നാലും പെട്ടെന്ന് സംശയം തോന്നാണ്ടിരിക്കാൻ, നന്ദർക്ക് മനസ്സിലാവാണ്ടിരിക്കാൻ അങ്ങനെ ലൗകികമായിട്ടുള്ള അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് പേരിട്ടു. ഉണ്ണിയെടുത്തു. ആരെടുത്തു? കൃഷ്ണനെ എടുത്ത് മടിയിലങ്ങോട്ട് വെച്ചതും അദ്ദേഹം സമാധി. കാരണം ഇതിലും വലിയ ഭാഗ്യം വേറുണ്ടോ? ആരാപ്പം മടിയിലിരിക്കുന്നത്? പരബ്രഹ്മം, സച്ചിദാനന്ദ വസ്തു തൻ്റെ മടിയിലങ്ങനെ കിടക്കുകയാണ്. ഇതിനു വേണ്ടിയല്ലേ താനിപ്പം ഗർഗനായിട്ട് വന്നത്? തൻ്റെ ജന്മം അവിടെ സഫലാവുകയാണല്ലോ എന്ന് ആലോചിച്ച് അദ്ദേഹം പുഞ്ചിരിച്ച് കണ്ണടച്ച് അങ്ങനെ നിവർന്നിരിക്കുകയാണ്. പേരിടണം. എന്ത് പേരാട്? വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത ഭൂതഭൃതഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച സഹസ്രനാമോ അനന്തനാമോ സ്യാത്. അങ്ങനെ സഹസ്രനാമം ജപിച്ചു. ഇത് ജപിച്ചപ്പം നന്ദഗോപുര കരുതിയത് എന്താ വെച്ചാൽ പ്രാർത്ഥന നന്നാവട്ടെ, ഉണ്ണിക്ക് മംഗളം ഉണ്ടാവട്ടെ എന്നൊക്കെ കരുതി സഹസ്രനാമം ജപിച്ചതാവുന്നാണ് വിചാരിച്ചത്. പേരിടണ്ടേ ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നിട്ട് പറഞ്ഞു, പേരാണ് പെട്ടതൊക്കെ, ഇതിലേത് പേര് വേണമെങ്കിൽ വിളിക്കാം. സഹസ്രനാമോ വാനന്ദനാമോ സ്യാത്. എത്ര നാമങ്ങളുണ്ട് ഇയാളുടെ, ഏത് പേര് വേണമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ നന്ദർ പറഞ്ഞു, അയ്യോ ഈ പേരൊന്നും ഞങ്ങൾക്ക് വിളിക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ഈ ഉച്ചാരണ ശുദ്ധി അക്ഷരസ്ഫുടതയൊന്നും കേരളീയർക്ക് പിന്നെ ഉണ്ടാവും. കേരളം വിട്ടത് ലേശം കുറയും. കേരളത്തിൻ്റെ അപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയൊന്നും വേണ്ടതുപോലെ ഉച്ചരിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനൊരു വിഷയമുണ്ട്. ഇത് ഇവിടുത്തെ ഇടയ പെണ്ണുങ്ങൾ സ്കൂളിൽ തന്നെ പോയിട്ടില്ല. അവരൊക്കെ ഈ ഭൂതഭവ്യ ഭവത് പ്രഭു എന്നൊക്കെ എങ്ങനെയാണ് വിളിക്കുക? ഭാവൊന്നും വരുന്നില്ല. ഇനി രാവിലെയായി ഉണ്ണി എങ്ങനെയാണ് വിളിക്കുക? പേരെന്താ? കൃഷ്ണൻ്റെ പേര് ഭൂതഭവ്യ ഭവത് പ്രഭു. രാവിലെ എങ്ങനെയാണ് വിളിക്കുക? യശോദ വന്നിട്ട് ഭൂതഭവ്യ ഭവത് പ്രഭു. എത്ര ബുദ്ധിമുട്ടുണ്ട്. സഹസ്രനാമത്തിലുള്ള പേരാ പറഞ്ഞിട്ട് കാര്യമില്ല. ആ പേരൊന്നും അങ്ങനെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ വിളിച്ച് ആശ്രയിക്കാൻ പറ്റണതല്ല. അതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്കൊക്കെ വിളിക്കാൻ പാകത്തിന് അധിക അക്ഷരങ്ങൾ വേണ്ട, 2 3 അതും ബുദ്ധിമുട്ടുള്ള പദങ്ങളൊന്നും ആവരുത്. അങ്ങനെ ഒരു നാമം എന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും കണ്ണടച്ചു. താൻ ഇനി ഇടുന്ന ഈ പേര് വിളിച്ചിട്ടാണ് ഭഗവാനെ എല്ലാവരും ആശ്രയിക്കുക. ഏത് പേരാ ഭഗവാനെ അങ്ങക്ക് ഞാൻ ഇടേണ്ടത്? അങ്ങനെ പറഞ്ഞൊരു ഏത് പേരാ ഞാൻ അങ്ങക്ക് ഇടേണ്ടത്? ഉടനെ ഭഗവാൻ തൻ്റെ ആ കുഞ്ഞിക്കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വെഞ്ചാമരം പോലുള്ള താടി മുറുക്കി പിടിച്ചങ്ങോട്ട് വലിക്കാൻ തുടങ്ങി. പേര് കിട്ടി. കണ്ണങ്ങോട്ട് തുറന്നു. പിടിച്ചു വലിക്കുന്നവൻ കർഷയതീതി കൃഷ്ണ. ആ പേരിട്ടുള്ളൂ എന്നാണ്. കർഷയതി, ആകർഷിക്കുന്നവൻ, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ കൃഷ്ണൻ. കറുത്ത നിറമുള്ളത് കൊണ്ട് കൃഷ്ണൻ. കൃഷ് എന്നുള്ള ധാതുവിന് സത്ത് എന്നർത്ഥമുണ്ട്. ണ എന്നുള്ള അക്ഷരത്തിന് ആനന്ദം എന്നർത്ഥമുണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ സത്താനന്ദൻ. സത്ത് ആനന്ദം, ചിത്തും കൂടി ചേർത്താൽ പൂർണ്ണമായി സച്ചിദാനന്ദം ബ്രഹ്മ. ഇങ്ങനെ പല അർത്ഥമുണ്ട്. അങ്ങനെയുള്ള ആ ആശ്രയിക്കുന്നവർക്ക് ആനന്ദം കൊടുക്കുന്നവൻ ആണ് കൃഷ്ണൻ. ഇയാളെ ആശ്രയിച്ചോളൂ, ദുഃഖം ഉണ്ടാവില്ല. അദ്ദേഹം എന്ത് ചെയ്താലും എതിരൊന്നും പറയണ്ട, ഒക്കെ വേണ്ടതുപോലെയാണ്, ആർക്കും ഒരു അപകടം ഉണ്ടാവില്ല, അദ്ദേഹത്തെ മുറുക്കി പിടിച്ചോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അദ്ദേഹം ദക്ഷിണയൊക്കെ വാങ്ങി അനുഗ്രഹിച്ച് അവിടുന്ന് പോയി. പിന്നെ ഈ കുട്ടികളുടെ ലീലകളാണ്. മുട്ടുകുത്താൻ തുടങ്ങി. ഓരോന്നും അവിടെ ആഘോഷമാണ്. കൃഷ്ണൻ മുട്ടുകുത്തി, അത് 2 ദിവസത്തെ ഉത്സവമാണ്. കൃഷ്ണൻ കമിഴ്ന്ന് കിടന്ന അതും ഉത്സവമാണ്. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്താലും അത് ഉത്സവമാണ്. അവിടെ ആളുകൾ അങ്ങോട്ട് കൂടുകയും അവർക്ക് ദാനധർമാദികൾ ചെയ്ത് ഒരു ആഘോഷം, പാട്ട്, ഡാൻസ് അങ്ങനെ കഴിയും.
കാലേന വ്രജതാൽപേന ഗോകുലേ രാമകേശവോ ജാനുഭ്യാം സഹപാണിഭ്യാം. കാൽമുട്ടും കയ്യും ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി എന്ന് പറയുകയാണ്. പാണിഭ്യാം ജാനുഭ്യാം, ജാനു പറഞ്ഞ കാൽമുട്ട്, പാണി പറഞ്ഞ കയ്യ്. അങ്ങനെ അവർ മുട്ടുകുത്താൻ തുടങ്ങി. രിംഗമാണൗ വിജഹ്രതുഹു ഐ സബലമുരാരേ പാണി ജാനു പ്രചാരൈഹി കിമപി ഭവന ഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ. മുട്ടുകുത്തിപ്പോയി അടുത്ത വീടുകളിലൊക്കെ പോയി നിൽക്കും, പൂമുഖത്തൊക്കെ പോയി അങ്ങനെ ഇരിക്കും. അവർക്ക് വിഷമമുണ്ടോ? സന്തോഷമേ ഉള്ളൂ. കാരണം ഇവർ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ വീടിനൊരു ഭംഗി കൂടി ആണ്. കൃഷ്ണൻ രാമനും വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയോ വീടിന്. ഇവരെവിടെ പോകുമ്പോഴും എന്തൊരു സൗന്ദര്യം. മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത്ഭുതം. ഇത് എവിടുന്നാ കേൾക്കണോ മനസ്സിലാവണില്ല. തൻ്റെ കാലിൽ നിന്നാണ് കേൾക്കണത്. മുട്ടുകുത്തൽ നിർത്തി തിരിഞ്ഞു നോക്കും, ഇത് എവിടുന്നാ ശബ്ദം. താൻ നിർത്തി നിൽക്കുമ്പം ശബ്ദം നിൽക്കും. പിന്നെ മുട്ടുകുത്തും, ശബ്ദം വീണ്ടും കേൾക്കും. പിന്നെ നിൽക്കുന്ന സമയത്ത് ശബ്ദം കേൾക്കില്ല. അത് എവിടുന്ന് വരണോ നോക്കി നിൽക്കുകയാണ് കൃഷ്ണൻ. പെട്ടെന്ന് ഏട്ടൻ മുട്ടുകുത്തി അങ്ങോട്ട് പോയപ്പം ഏട്ടൻ്റെ കാലുമ്പെന്നാ മനസ്സിലായി. അടുത്ത് പോയി കാല് പിടിച്ച് നോക്കുക, ഇളക്കി നോക്കുക, പാദസരത്തിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുക. ഇതൊക്കെ ലീലകളൊക്കെ ആ ഗോപികമാർ രണ്ടുപേരും ഒളിച്ചു നിന്ന് നോക്കി കണ്ടു എന്നാണ്. അടുത്തേക്ക് പോയാൽ ചിലപ്പോൾ അത്ര സ്വാതന്ത്ര്യത്തോടു കൂടി കളിച്ചോളണമെന്നില്ല. അവർ മാറി നിന്ന് കാണുകയാണ്. താവങ്കരിയുഗ്മനുവൃഷ്യ സരീസൃപന്തൗ ഘോഷ പ്രഘോഷ രുചിരം വ്രജകർദ്ദമേഷു. ചളിയിലൊക്കെ പോയിരിക്കും, മണ്ണൊക്കെ എടുത്ത് കളിക്കും. പക്ഷേ ആ അമ്മമാർക്ക് ഒരു പ്രശ്നവുമില്ല. ഓടി വന്ന് ആ ചളി തൊട്ട കൈകൊണ്ട് അവരെ കെട്ടിപ്പിടിക്കും. ഒരു പ്രശ്നവുമില്ല. പുതിയ സാരിയാണ്, 5000 ഉറുപ്പിയുടെ സാരിയാണ്, അങ്ങനെയൊന്നുമില്ല. ഉണ്ണിയെ വാരി ഇങ്ങോട്ട് എടുക്കുകയാണ്. കാരണം അതാണ് അവരുടെ സ്നേഹം. തന്നാദഹൃഷ്ടമനസാവനുസൃത്യ ലോകം മുഗ്ധപ്രഭീത പതുപേയ ദുരന്തി മാത്രോ. യശോദയുടെ ഒക്കത്തിരിക്കുമ്പോൾ കൃഷ്ണൻ എല്ലാവരെയും നോക്കി ചിരിക്കുകയോ ചെയ്യും. നല്ല ലോക്യം, നല്ല വർത്തമാനമൊക്കെ ആവണതുപോലെയൊക്കെ കൊഞ്ചി കൊഞ്ചി പറയും. എന്നാൽ എടുക്കാനായിട്ട് അടുത്തേക്ക് ഇങ്ങോട്ട് പോയാൽ അമ്മയെ മുറുക്കി ഇങ്ങോട്ട് പിടിക്കും. പിന്നെ അവരെ നോക്കി കണ്ടുവിട്ടു. കുട്ടികളുടെ സ്വഭാവം കാണിക്കുകയാണ്. ചിലരോടൊക്കെ ചെറിയ ലോക്യം ഉണ്ടാവും, അടുത്തേക്ക് പോകും. എന്നാലും എടുക്കാനൊന്നും സമ്മതിക്കില്ല. ആദ്യം തന്മാതരവും നിജസ്വതവും ആ ഭാഗ്യവതികളായിട്ടുള്ള അമ്മമാരെന്ത് പുണ്യം ചെയ്തു. കുറച്ചുകൂടി കഴിഞ്ഞു, എണീറ്റ് നിൽക്കാൻ പഠിച്ചു, ഓടാൻ പഠിച്ചു, ചാടാൻ പഠിച്ചു. ഇതെങ്ങനെ പഠിച്ചു? ശൃംഗ്യഗ്നിദംഷ്ട്രസിജലദ്വിജകണ്ഠകേഭ്യ. നിൽക്കാൻ പഠിച്ചത് അവിടുത്തെ പശു വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ കൊമ്പ് പിടിക്കും. വെള്ളം കുടിച്ച് അതങ്ങോട്ട് തല പൊക്കുമ്പോഴോ എണീക്കാൻ പഠിച്ചു. അതിൻ്റെ കൊമ്പ് പിടിച്ച് അങ്ങോട്ട് എണീറ്റ് നിൽക്കും. അങ്ങനെ നിൽക്കാൻ പഠിച്ചു. ഓടാൻ പഠിച്ചത് പശുക്കുട്ടിയുടെ വാല് പിടിക്കും. അത് അമ്മ പശുവിൻ്റെ പിന്നാലെ ഓടുമ്പോൾ പിന്നാലെ ആരും ഓടും? തുള്ളി തുള്ളി കൃഷ്ണനും അങ്ങനെ ഓടും. ഇങ്ങനെ ഓടാൻ പഠിച്ചു. അഗ്നി ജല ദ്വിജ കണ്ഠകേഭ്യ. കുട്ടികളുടെ ലീലകൾ വർണ്ണിക്കണം. അടുക്കളയിൽ പോയിട്ട് കത്തിയെടുത്ത് കളിക്കുക. രണ്ടുപേർക്കും തലഭാഗം പഠിക്കണം. കൃഷ്ണനും തലഭാഗം വേണം, ഏട്ടനും തലഭാഗം വേണം. അമ്മ ഓടി വന്ന് പലതും പറഞ്ഞ് ആ കത്തി വാങ്ങി വെക്കുകയാണ്. അമ്മയ്ക്കറിയില്ലല്ലോ കത്തി കൊണ്ട് മുറിയാത്ത ആളാണെന്ന്. അമ്മയ്ക്കറിയില്ലല്ലോ. അച്ഛേദ്യോഹം, ആത്മാവിനെ ഛേദിക്കാൻ സാധിക്കില്ല എന്നാണ്. അച്ഛേദ്യോയം എന്നാണ്. അദാഹ്യോയം, ദഹിപ്പിക്കാൻ സാധിക്കില്ല. അപ്പം അതൊന്നും അമ്മയ്ക്കറിയില്ല. ഇടയ്ക്ക് തീക്കൊള്ളിയെടുത്ത് ചമരിൽ കുത്തിയിട്ട് തീപ്പൊരി കണ്ട് കളിക്കുക. അമ്മയ്ക്ക് പേടി, എന്തെങ്കിലും പറ്റിപ്പോവോ, പൊള്ളിപ്പോവോ, ഉണ്ണിയെ പൊള്ളിക്കാൻ സാധിക്കും. പലതും പറഞ്ഞ് മാറ്റി നിർത്തും. അപ്പോഴേക്കും ഓടിച്ചെന്ന് കിണറിലേക്ക് നോക്കും. എന്നിട്ടൊരു വാവ എന്നെ വിളിക്കുന്നുണ്ട് അമ്മേ, ഞാൻ പോയാലോ? എന്നെപ്പോലൊരു വാവ. പ്രതിബിംബമാണ്. ചാടരുത് പറഞ്ഞാൽ ചാടും, ചാടിക്കോള് പറഞ്ഞാലും ചാടും. എന്ത് ചെയ്യും? പലതും പറഞ്ഞ് വെണ്ണ തരാം, പാല് തരാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും വന്ന് ആ അമ്മ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ 2 കുട്ടികളെ നോക്കാൻ തന്നെ 10-30 പേര് വേണം. അതാണ് അവിടുത്തെ അവസ്ഥ. കുറച്ചുകൂടി കഴിഞ്ഞു. കക്കാൻ തുടങ്ങിയോന്ന് സംശയം. രാവിലെ ആയി കഴിഞ്ഞാൽ ധാരാളം ഗോപസ്ത്രീകൾ, കണക്കില്ല, അത്രയ്ക്ക് ഗോപസ്ത്രീകൾ യശോദയുടെ ഗൃഹത്തിലെത്തും. എന്നിട്ട് യശോദയോട് പരാതി പറയുകയാണ്. തായേ യശോദ ഉന്തന്നായർ കുലത്തുദിത്തമായൻ ഗോപാലകൃഷ്ണൻ ചെയ്യും ജാലത്തെ കേളടി. എത്രയോ ഭക്തന്മാരായിട്ടുള്ള കവികൾ ഇത് അനുഭവിച്ച് പാടുന്നുണ്ട്. രാവിലെ കഴിഞ്ഞാൽ ഗോപസ്ത്രീകളൊക്കെ ഗോപികയുടെ ഈ യശോദയുടെ മുറ്റത്തെത്തിയിട്ട് യശോദയോട് പരാതി പറയുകയാണ്. സാധാരണ ഒരാൾ പറയുക 100 പേര് കേൾക്കുക, ഇങ്ങനെ പതിവ്. ഇത് തിരിച്ചാ 100 പേര് പറയുക, ഒരാളെ കേൾക്കാനുള്ളൂ. യശോദ മാത്രമേ കേൾക്കാനുള്ളൂ. നിന്റെ മകൻ്റെ വികൃതി. വത്സാൻ മുഞ്ചൻ ക്വചിദസമയേ ക്രോശസഞ്ജാതഃ സഹ സ്തേയം സ്വാദ്വത്യതദധിപയ കൽപ്പിതൈഹി സ്തേയയോഗൈഹി. നിന്റെ മകൻ്റെ വികൃതി. എനിക്കറിയില്ലേ, ഞങ്ങളൊക്കെ പാലും വെണ്ണയും നെയ്യും ഒക്കെ വിറ്റ് ജീവിക്കുന്നവരാണ്. ആ സമയത്ത് വന്ന് പശുക്കുട്ടിയെ അഴിച്ചു വിട്ടു. പിന്നെന്താ ഉണ്ടാവുക? പശുക്കുട്ടികളെ അഴിച്ചു വിട്ടാൽ ഇതൊക്കെ വന്ന് പാല് കുടിച്ചു. ഞങ്ങൾ രാവിലെ ബക്കറ്റുമായിട്ട് പോകുമ്പോൾ പാല് വേണ്ടേ? എന്തിനാ കൃഷ്ണ നീ അങ്ങനെ ചെയ്തതെന്ന് കൃഷ്ണനോട് ചോദിച്ചാൽ കൃഷ്ണൻ പറയണത്, അമ്മേ ഞാൻ ഇവിടെ അവതരിച്ച് തന്നെ അഴിച്ചു വിടാനാണ്.
മുക്തി എന്താണ്? മോക്ഷം കൊടുക്കാനാണ് വന്നത് തന്നെ. എല്ലാവരെയും പ്രശ്നങ്ങളിൽ നിന്ന് അഴിച്ചുവിടുക, എല്ലാവരെയും സ്വതന്ത്രരാക്കുക. ഇപ്പോൾ എൻ്റെ പരിസരത്തുള്ള ഈ പശുക്കുട്ടികൾക്കൊക്കെ അവരെയൊക്കെ ഒന്ന് സ്വതന്ത്രരാക്കാൻ വിചാരിച്ചു ആദ്യം. ഇപ്പോൾ കുട്ടിയല്ലേ, താനും കുട്ടിയല്ലേ, അതുകൊണ്ട് ആ പശുക്കുട്ടികളൊക്കെ ഒന്ന് അഴിച്ചുവിടുക. ഇനി മനുഷ്യരിലേക്ക് എത്തും, ദുഃഖങ്ങളൊക്കെ തീർക്കാൻ ഞാൻ വരും. അതുമാത്രമല്ല, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, ധർമ്മത്തെ സ്ഥാപിക്കാനാണ് അവതരിച്ചത്. അമ്മയുടെ പാല് അമ്മ ഞാനല്ലേ കുടിക്കുന്നത്? കുട്ടിക്ക് അവകാശപ്പെട്ടതല്ലേ അമ്മയുടെ പാല്? അങ്ങനെയാണെങ്കിൽ പശുവിൻ്റെ പാല് ആർക്ക് അവകാശപ്പെട്ടതാ? പശുക്കുട്ടിക്ക് അവകാശപ്പെട്ടതാണ്, അത് കുടിക്കട്ടെ. ഇനി അസമയത്ത് അഴിച്ചു വിട്ടോ ചോദിച്ചാൽ അസമയമാണോ സമയമാണോ എന്ന് ആരാ തീരുമാനിക്കുക? നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയും ചിലപ്പോൾ ഒരു പക്ഷേ അകാലത്തിൽ പൊലിഞ്ഞു പോയി, ഇപ്പം അങ്ങോട്ട് ഉണ്ടായിട്ടുള്ളൂ കുട്ടി, ആ കുട്ടിക്ക് ഇങ്ങനെ ഒന്നുമല്ലോ. പ്രാരബ്ധം തീർന്നാൽ ഭഗവാൻ അഴിച്ചുവിടും. അത് പ്രായം നോക്കിയിട്ടല്ല അഴിച്ചുവിടുന്നത്, കർമ്മം നോക്കിയിട്ടാണ്. അതുകൊണ്ട് സമയമാണോ അസമയമാണോ എന്ന് എനിക്കല്ലേ അറിയുള്ളൂ, ജനങ്ങൾക്കത് അറിയുമോ? ക്വചിദസമയേ ക്രോശ സഞ്ജാത സഹസ്തേയം. കക്കണു എന്നാണ് പരാതി. കൃഷ്ണൻ ഞങ്ങളുടെ വെണ്ണ കട്ടുകൊണ്ടുപോയി, പാല് കൊണ്ടുപോയി. കൃഷ്ണൻ പുഞ്ചിരിക്കുകയാണ്. ആരാ കട്ടത്? ഞാനാണോ നിങ്ങളാണോ? ഈ കാണുന്ന സ്വത്തും സമ്പത്തൊക്കെ ആരുടെയാ? ഭഗവാന്റെയാണ്. അപ്പോൾ ആരാ കട്ടത്? നമ്മളാ കട്ടത്. എന്നിട്ട് പരാതി പറയാ ഭഗവാൻ കട്ടത്. ഭഗവാൻ പിന്നെ അവകാശവാദമൊന്നും ഇല്ലയെന്ന് മാത്രം. എൻ്റെ ഒന്നും ഭഗവാൻ പറയാൻ വരില്ല. നമ്മളാ പറഞ്ഞത് കൊണ്ടുപോയി എന്ന്. ഭഗവാൻ പുഞ്ചിരിക്കുകയാണ്. എന്ത് കൊണ്ടുപോകാൻ? എനിക്ക് എടുക്കാൻ ഇവിടെ എന്താ ഉള്ളത്? എൻ്റെതല്ലാത്തൊരു സാധനം കാണിച്ചു. ഭഗവാൻ്റെതല്ലാത്തൊന്നുമില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഭഗവാൻ കൊണ്ടുപോയി. ഭഗവാൻ കട്ടിട്ടില്ല, നമ്മളാണ് കട്ടുവെച്ചത്. വത്സാൻ മുഞ്ചൻ കൊരിത സമയേ ക്രോശ സഞ്ജാത സഹസ്തേയം. കക്ക സാധു അത്തി അധദതി ഭയകൽപ്പിതൈ സ്തേയയോഗൈ. സ്തേയം തന്നെ ഒരു യോഗമാക്കി മാറ്റുന്നതാണ്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം ഉള്ള പോലെ കളവ് തന്നെ ഒരു യോഗം. എന്തിനാ അത്? ശരിക്കും പറഞ്ഞാൽ വെണ്ണയും പാലൊന്നും അല്ല കക്കണത്. അത് കക്കുക എന്നുള്ള വ്യാജേന തൻ്റെ കുസൃതി കൊണ്ട് ഗോപസ്ത്രീകളുടെ മനസ്സ് കട്ടും. മറ്റത് അവർ പരദൂഷണം പറഞ്ഞിരിക്കുക, ടി വി കണ്ടിരിക്കുകയൊക്കെ ആയിരുന്നു. പക്ഷെ കൃഷ്ണൻ വന്നതിന് ശേഷം അവർ ടി വി വെക്കാറില്ല. അതൊക്കെ തട്ടത്ത് കൊണ്ടുവച്ചു. കൃഷ്ണൻ്റെ ലീലകളോടുള്ള താല്പര്യം കൊണ്ട് അവരെന്ത് നിർത്തി? അതാണ് ഭഗവാന്റെ ഉദ്ദേശം. അവരെ മനസ്സിൽ ഭഗവാൻ കയറിക്കൂടി. അതിനു വേണ്ടി പല ലീലകളും കാണിച്ചു. അല്ലാതെ ഭഗവാൻ എന്തിനാ വെണ്ണ, എന്തിനു പാല്? നാട്ടിലില്ലേ, തൻ്റെ വീട്ടിലില്ലേ 5000 10,000 പശുക്കളും ഉണ്ട്. അതിൻ്റെയൊക്കെ പാലും വെണ്ണയും ഉണ്ടായിട്ട് അത് എടുക്കാണ്ട് ഓരോ ഗോപസ്ത്രീകളുടെ വീട്ടിൽ പോയിട്ട് വെണ്ണ കക്കണത് എന്തിനാ? ഹൃദയമാപി മോഷിത്വ. ഹൃദയമാണ് മോഷ്ടിക്കുന്നത്. ഈ ലീലയിലൂടെ ഹൃദയം മോഷ്ടിക്കുകയാണ്. ഭഗവാന്റെ നോട്ടം, പുഞ്ചിരി, കൊഞ്ചലും കൺമയക്കങ്ങളും നെഞ്ചിൽ തറച്ചാൽ മറക്ക വയ്യാൻ പണി. ഭഗവാന്റെ പുഞ്ചിരി, കൊഞ്ചല്. ആ കൊഞ്ചല് കേട്ട് കഴിഞ്ഞാൽ, ഭഗവാന്റെ നോട്ടം ഏറ്റു കഴിഞ്ഞാൽ, ആ പുഞ്ചിരി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മറക്കാൻ പറ്റുമോ? വിസ്മർത്തും നൈവ ശക്നുമഹ. ഗോപസ്ത്രീകൾ പറയുകയാണ്, വല്ല യോഗവും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ? വല്ല മന്ത്രം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ? എന്തിന്? ഭഗവാനെ മറക്കാൻ. ഞങ്ങൾക്ക് പറ്റണില്ല. നമ്മൾ തിരിച്ചാ ചോദിക്കുന്നത്, വല്ല മന്ത്രം ഉണ്ടോ ഓർക്കാൻ? നമുക്ക് ഓർക്കാൻ പറ്റണില്ല. ഇവർക്ക് മറക്കാൻ സാധിക്കണില്ല. കാരണം ഭഗവാന്റെ ആ ലീലകൾ കണ്ടതുകൊണ്ടാണ്. ഒരു ഗോപസ്ത്രീ പറഞ്ഞു, അവനത് എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ്റെ ഭാവം അതാണ്. ഞങ്ങൾ വേണോ ചോദിച്ചാൽ വേണ്ടാ പറയും. അമ്മ പറഞ്ഞിട്ടുണ്ട്, അവിടെയും ഇവിടെയും പോയി പലരും തരുമൊക്കെ ചെയ്യും, കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ മായമാണ്. ഇപ്പോൾ ഒന്നും ഒറിജിനൽ കിട്ടാനില്ല. അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറയും. ആ ഭാവം കണ്ടാൽ വിചാരിക്കും എടുക്കില്ല എന്ന്. എന്നിട്ട് നേരെ പോയിട്ട് അടുക്കള ഭാഗത്ത് കൂടെ വാതിൽ തുറന്ന് കയറി സ്റ്റോർ റൂമിൽ പോയിട്ട് കട്ടിട്ട് പോകും. ഇനി കൊടുക്കുമ്പോൾ വാങ്ങിയാൽ പോരെ, കൈ നീട്ടില്ല. ആരുടെ മുന്നിലും അഭിമാനിയാണ്. കക്കാൻ കുഴപ്പമില്ല, കൈ നീട്ടില്ല. കാരണം കൈ നീട്ടരുതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ബലി പറഞ്ഞിട്ടുണ്ടേ. ഇന്നലെ വാമനമൂർത്തിയായിട്ട് വന്നപ്പോൾ ബലി പറഞ്ഞു, എന്ത്, എൻ്റെ മുന്നിൽ കൈ നീട്ടിയാൾ ഇനി മേലാൽ ആരുടെ മുന്നിലും പോയി കൈ നീട്ടരുത്. ഭഗവാൻ പറഞ്ഞു, ശരി, നിർത്തി, ഇത് അവസാനത്തെയാ, ഇനി ഞാൻ കൈ നീട്ടില്ല. മമ ഖലു ബലിഗേഹേയാചനം ജാതമാസ്താമിഹതു പുന അബലാനാമഗ്രതോ നൈവ കുറുവേ. ആ മഹാബലിയുടെ മുന്നിൽ കൈ നീട്ടിയ ഞാൻ ഇവിടെ വന്ന ഇടയപ്പെണ്ണുങ്ങളുടെ മുന്നിൽ കൈ നീട്ടി എന്നുള്ള കാര്യം മഹാബലി എങ്ങാനും പറഞ്ഞാൽ ആ മഹാബലിക്ക് കുറവല്ലേ? ഞാൻ ചെയ്യില്ല. അതാണ് ഭഗവാൻ കൈ നീട്ടണില്ല. വേറെ ഗോപസ്ത്രീകൾ പറഞ്ഞു, അവൻ എടുത്തോട്ടെ, കുഴപ്പമില്ല. ഇത് കുരങ്ങനെ കൊടുക്കണത് എന്തിനാ? മറക്കാൻ ഭോക്ഷ്യൻ. കൃഷ്ണ എന്തിനെ കുരങ്ങനെ കൊടുത്തു? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഈ വെണ്ണയെടുത്ത് അങ്ങോട്ട് പോണ സമയത്ത് ഒരാളെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇവളുടെ ഭർത്താവാന്നാ. ആൾക്ക് സന്തോഷമായിക്കോട്ടെ കരുതി കുറച്ച് അയാളെ വായലങ്ങോട്ട് തേച്ചു കൊടുത്തു. പിന്നെയാണ് പൂമോത്തെത്തിയപ്പോൾ മനസ്സിലായത് ഭർത്താവ് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരേ ഛായ, കുരങ്ങനും ഭർത്താവ് ഒരേ ഛായ. എന്ത് മാറിപ്പോയതാ? ഇതാണ് വർത്തമാനം.
മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേത് നാത്തി ഭാണ്ഡം ഭിനത്തി. അല്ലയോ ഗോപസ്ത്രീകളെ, നിങ്ങൾ ഈ കൃഷ്ണൻ എടുക്കാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ, അല്ലാതെ പറഞ്ഞാൽ ഇവൻ കേൾക്കണ്ടേ. ഒന്നും വെക്കാണ്ടിരുന്നാൽ മതി, കാണാൻ പാകത്തിന് വെക്കാണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ കാണാൻ പാകത്തിന് വെക്കാണ്ടിരുന്നു, എന്നിട്ടെന്തേണ്ടേ കുറേ കലം വെച്ചു, ഒന്നും വെച്ചില്ല. അതിൽ എന്തുണ്ടായിരുന്നിട്ട് നാത്തി ഭാണ്ഡം ഭിനത്തി. വീട്ടിലിപ്പോൾ ഒരു പാത്രമില്ല, ഉള്ളതൊക്കെ ആരടച്ചു. സകല പാത്രങ്ങളും ഇതിൻ്റെ ദേഷ്യത്തിൽ ഒന്നും വെച്ചിട്ടില്ലല്ലേ എന്നും പറഞ്ഞ സകല പാത്രങ്ങളും എന്ത് ചെയ്യണം, തച്ചങ്ങോട്ട് ഉടച്ചു. മൺകലൊന്നും ഇപ്പം ഇല്ല. യശോദ പറഞ്ഞു എണ്ണം പറഞ്ഞാൽ മതി. പൊട്ടിച്ചു എന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമം, തൻ്റെ ഉണ്ണിയല്ലേ. അപ്പോൾ കുറ്റമായിട്ട് പറയണ്ട, എത്ര കലം പൊട്ടി എന്നുള്ള എണ്ണം തന്നാൽ മതി. 12 സ്വർണത്തിൻ്റെ കലം. എത്ര? 12 സ്വർണത്തിൻ്റെ കലം. എത്രയാ? 18 സ്വർണത്തിൻ്റെ പാത്രം. അവർക്ക് സന്തോഷമായി, ഭഗവാന് സന്തോഷമായി. ഭഗവാൻ അവരുടെ ദാരിദ്ര്യം കാണുമ്പോൾ സഹിക്കുന്നില്ല. തൻ്റെ വീട്ടിൽ ധാരാളം ഉണ്ട് താനും, അങ്ങോട്ട് പോട്ടെ, ഒഴുകട്ടെ, എല്ലാവർക്കും അങ്ങോട്ട് സമാധാനം ഉണ്ടാവട്ടെ എന്ന് കരുതി എല്ലാവരെയും ഉള്ളവരാക്കി. അതാണ് സോഷ്യലിസം. എല്ലാവരെയും ഉള്ളവരാക്കുക, എല്ലാവരും ഇല്ലാത്തവരാക്കല്ല, എല്ലാവരിലും അങ്ങോട്ട് എത്തട്ടെ സമ്പത്ത്. ഇടയ്ക്ക് ചില ഗോപസ്ത്രീകൾ പറയും, കൃഷ്ണ ശനി ഞായർ ഒഴിവുണ്ടെങ്കിൽ വരണേ, 3 പാത്രം ബാക്കിയുണ്ട് മൺകലം, കൂടി അങ്ങോട്ട് പൊട്ടിച്ചാൽ. നാത്തി ഭാണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേ സഗൃഹ കുപിതോ യാത്യുപക്രോശ്യ തോകാൻ. ചില വീട്ടിലൊക്കെ വന്നിട്ട് ഉറങ്ങിക്കിടക്കണ കുട്ടികളെ നുള്ളി കരയിച്ചങ്ങോട്ട് പോകുന്നതാണ്. എനിക്കറിയില്ലേ യശോദ, എൻ്റെ കുട്ടിയുടെ കാര്യം അതാച്ച വാശി കുട്ടി, അതൊന്ന് ഉറങ്ങിക്കിട്ടണമെങ്കിൽ ഞാനും ഭർത്താവും കുറേ കഷ്ടപ്പെട്ടു. അവസാനം ഒരു 12:30-12:45 കഷ്ടിച്ചൊന്ന് ഉറങ്ങിയതാ. 1 മണി 1:15 കൃഷ്ണൻ വന്നു. എന്നിട്ടോ ആ കുട്ടിക്ക് ഒരു നുള്ളു തുടക്കം കണ്ട് കൊടുത്ത് ഒറ്റ പോക്കാണ്. പിന്നെ ഇന്ന് രാവിലെ 7 മണി വരെ ഉറങ്ങിയില്ല. ഇതാണ് അവസ്ഥ. എന്തിനാ കൃഷ്ണ ആ കുട്ടി എന്ത് പഠിച്ചു? ചെറിയൊരു കുട്ടി, ഇപ്പം ഉണ്ടായിട്ടേ ഉള്ളൂ, അത് പാപമൊന്നും ചെയ്തിട്ടില്ല, എന്തിനാ അതിനെ ദ്രോഹിച്ചത്? അപ്പോൾ കൃഷ്ണൻ പറയണത് എന്താ, അമ്മേ ഇവിടെ ജനിച്ചില്ലേ, അതുതന്നെയാണ് വലിയ തെറ്റ്. എന്താണ്? എന്തോ കുറ്റം ചെയ്തുകൊണ്ടാണ് ജനിക്കേണ്ടി വന്നില്ലേ, ജനിക്കില്ല അവിടെ. നുള്ളിയത് എന്തിനാ? ഇനി ജന്മം നേരാവണം, സപ്താഹമൊക്കെ ഉണ്ടെങ്കിൽ പോയിരുന്ന് കേൾക്കുക. അതല്ലാണ്ട് ഇതും കഴിഞ്ഞ ജന്മത്തെ പോലെ ചുട്ട് കളയണ്ട, നല്ലോണം കരുതി ജീവിക്കുക എന്ന് കാണിക്കാനാണ് നുള്ളു കൊടുത്തതെന്ന്. നമുക്ക് കിട്ടുന്ന ദുഃഖങ്ങളൊക്കെ നുള്ളുകളാണ്. നേരെയാവണം, കരുതണം, സൂക്ഷിച്ച് സഞ്ചരിക്കുക, ധാർമ്മികമായിട്ട് ജീവിക്കുക. മറ്റുള്ളവരെ പരിഹസിക്കാനോ അന്യായമായിട്ടോ അധാർമികമായിട്ടോ ഒന്നും സമ്പാദിക്കാൻ പുറപ്പെടണ്ട. വിനയത്തോടു കൂടി സഞ്ചരിക്കൂ എന്ന് കാണിക്കാൻ തരുന്ന നുള്ളുകളാണ് ദുഃഖങ്ങളും വീഴ്ചകളൊക്കെ. അതിൽ നിന്ന് പാഠം പഠിക്കണം. യാത്യുപക്രോശ്യതോകാൻ. വേറൊരു ഗോപസ്ത്രീ പറഞ്ഞു, ഇവൻ കക്കണതിനൊന്നും വിഷമമില്ല, ഇവൻ്റെ വർത്തമാനം സഹിക്കാൻ വയ്യ. ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് വെണ്ണ വെച്ച കലത്തിൽ കൈയിട്ടു, ഞാൻ വാതിലങ്ങോട്ട് തുറന്നു. എന്നാൽ തൻ്റെ വീട്ടിൽ നിൽക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ടാരും. വെണ്ണ വെച്ച കാലത്ത് കൈയിട്ട് കൃഷ്ണൻ ഇവളോട് ചോദിക്കാം, നീ ആരാ? എന്താ എൻ്റെ വീട്ടിൽ നിന്ന്? അതാണ് അവൻ്റെ വർത്തമാനം. ഞാൻ ചോദിച്ചു, ഇതെൻ്റെ വീടല്ലേ, നീ എന്താ ഇവിടെ വന്നത്? കസ്ത്വം ബാല, നീ ആരാ ചോദിച്ചു. ഞാൻ ഉത്തരം പറയണത് എന്താ? ഞാൻ കൃഷ്ണനല്ലേ പറയേണ്ടത്. ഇവൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ബലാനുജഹ, ഞാൻ ബലരാമൻ്റെ അനിയനാ. ആരാ ബലരാമൻ? എൻ്റെ ഏട്ടനാ. ആരാ ചോദിച്ചാൽ ഉത്തരം പറയാം, ബലരാമൻ്റെ അനിയനാണ്. അപ്പോൾ ബലരാമൻ ആരാ? എൻ്റെ ഏട്ടൻ. ഇപ്പോഴും ആര് പറയും? ഞാൻ ആരാന്ന് പറയില്ല. എന്താ അങ്ങനെ പറയാത്തു? ബലരാമന് നല്ല പേരാണ് നാട്ടിൽ, കൃഷ്ണന് നല്ല പേരില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബലരാമൻ്റെ പേരിലാണ് അറിയപ്പെടുക. രാമാനുജഹ, ബലാനുജഹ ഇങ്ങനെ പറയുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ കയറി എന്നും പറഞ്ഞിട്ട് എന്നെ തല്ലാൻ വരണ്ട. എന്നെ പിടിച്ച് കെട്ടിവെക്കാനൊക്കെ പുറപ്പെട്ടാൽ ചോദിക്കാനും പറയാൻ ആരുണ്ട്? എൻ്റെ ഏട്ടനാരാ? ബലാനുജഹ, ഞാൻ ബലരാമൻ്റെ അനിയനെ, നല്ല ശക്തിയുള്ള ആളാണ് എൻ്റെ ഏട്ടൻ. നിൻ്റെ മാണ്ടയ്ക്ക് നല്ല അടി കിട്ടും, അതുകൊണ്ട് കരുതിയിട്ട് വന്ന് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് കാണിക്കാനാണ് ആ പേര് പറഞ്ഞത്. ശരി, സമ്മതിച്ചു, നീ ബലരാമൻ്റെ അനിയനാവട്ടെ. എന്തിനാ ഇവിടെ വന്നത്? കിമിഹ തേ, എന്താ എൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു. പെട്ടെന്ന് കൃഷ്ണൻ ചുറ്റും നോക്കി, അയ്യോ നിൻ്റെ വീടായിരുന്നു അല്ലേ, സോറി ടു, ഞാൻ എൻ്റെ വീടാ കരുതിയിട്ട് കയറിയതാ. മന്മന്ദിരാശങ്കയ, എൻ്റെ വീടിന് ദേ പെയിൻറ്റ് തന്നെ. എൻ്റെ വീട്ടിലും ഇവിടെ ഇടത്തെ ഭാഗത്തൊരു മേശ വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ, ദേ കലം എൻ്റെ വീട്ടിലും. ഞാൻ ഇതിപ്പോൾ എൻ്റെ വീടാ കരുതി, ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അവനെ ഇറങ്ങാൻ പുറപ്പെട്ടു. ഉടനെ ഞാൻ പറഞ്ഞു, നിൽക്ക് പോകല്ലേ. യുക്തം തത്, അത് സംഭവിച്ചു. നവനീത ഭാണ്ഡവിവരൈ ഹസ്തം, ഈ വെണ്ണ വെച്ച കലത്തിൽ എന്തിനാ കൈയിട്ടത്? അത് പറയൂ. അത് കേട്ടപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? അതെന്താ ചോദിച്ചാലേ, അമ്മല്ലേ എൻ്റെ അമ്മ യശോദാമ്മ, കുറച്ച് ദിവസമായിട്ട് പാവം അമ്മയ്ക്ക് ഉറക്കമില്ല. എപ്പോഴും പറയും, ഇവിടുത്തെ പശുക്കുട്ടില്ലേ കൃഷ്ണ, അതിനെ കാണാനില്ല. ഇവിടുത്തെ പശുക്കുട്ടില്ലേ കൃഷ്ണ, കാണാനില്ല. അന്വേഷിക്കണം കേട്ടോ.
കണ്ടുവച്ചാൽ കൊണ്ടുവരണേ എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഈ വഴിക്ക് പോകുമ്പം ഈ കലത്തിൽ ഒരു വെളുത്തും കൊണ്ടൊരു സാധനം കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി, ഇനി ആ പശു എങ്ങാനും ആണോ, വെളുത്ത പശുക്കുട്ടിയാണോ നോക്കാൻ കൈയിട്ടതാണ്. ഉടനെ ഈ ഗോപി പറഞ്ഞു സംഭവിച്ചു. വലിയ പശുക്കുട്ടി ചെറിയ കലത്തിലുണ്ടാവുമോ കൃഷ്ണ, ചെറിയ കലത്തിൽ വലിയ പശുക്കുട്ടി ഉണ്ടാവും. അപ്പോൾ ഇവരെന്താ പറഞ്ഞതെന്നറിയോ? ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളല്ലേ ഇടയ്ക്കൊക്കെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാറില്ലേ ഭൂമോത്തിരുന്നിട്ടേ കുന്തം പോയാൽ ഓടത്തിലും തപ്പണം, നീ തപ്പിയില്ല എന്ന് വേണ്ട. അപ്പോഴും കുറ്റം ഗോപസ്ത്രീകൾക്കാണ്. ഇതാണ് ഇവൻ്റെ വർത്തമാനം. വേറൊരു ഗോപസ്ത്രീ പറഞ്ഞു, എൻ്റെയും അമ്മായിയമ്മയുടെയും കഥ നിനക്കറിയാലോ യശോദ, അല്ലെങ്കിൽ വലിയ സുഖത്തിലല്ല, തൊട്ടവനും പിടിച്ചതിനൊക്കെ പരാതിയാണ്, അതിനല്ലെങ്കിൽ എന്നെ കണ്ടുകൂടാ. അധികമുള്ള പരാതി എന്താ ചോദിച്ചാൽ അവിടെ വെണ്ണയും പാലും കുറഞ്ഞു വരുന്നുണ്ടത് ഞാനെടുത്ത് വിഴുങ്ങണമെന്നാണ് ആര് വിചാരിക്കുന്നത്. അമ്മായിമ്മയുടെ വിചാരം എതിർത്ത് കഴിക്കുകയെന്ന് അല്ല, അത് തടി കൂടി വരുന്നുണ്ട്. അത് കഴിച്ചിട്ടൊന്നുമല്ല. ചിലർക്ക് തടി ഇങ്ങനെ കൂടും, അത് കഴിച്ചിട്ടൊന്നും ആവില്ല. നമ്മൾ തടി കാണുമ്പോൾ വിചാരിക്കും 10 കുറ്റി പുട്ട് കഴിക്കുന്നുണ്ടാവും എന്നൊക്കെ ഒന്നും ഉണ്ടാവില്ല. ഒരു കഷ്ണം 2 ഇഡ്ഡലി ഇതൊക്കെ കഴിക്കുന്നുണ്ടാവുള്ളൂ. എന്നാലും തടി ഇങ്ങനെ കൂടി വരും ചിലർ. അത് പ്രകൃതമാണ്, ചിലരുടെ പ്രകൃതമാണതേ. എന്നാൽ ചിലർ കുറേ കഴിക്കുന്നുണ്ടാവും, എന്നാലും ഒന്നും മീറ്ററിൽ കാണിക്കില്ല. കണ്ടാൽ അങ്ങനെ മെലിഞ്ഞ് കഴിക്കും, കുറേ കഴിക്കണമുണ്ട്. അത് ഓരോരുത്തരുടെ പ്രകൃതമാണ്. ഇവിടെ കഴിച്ചിട്ടൊന്നുമല്ല തടിക്കുന്നത്. പക്ഷേ അമ്മായിമ്മയുടെ വിചാരം എന്താ, വെണ്ണയും പാലും കുറഞ്ഞു വരുന്നുണ്ട് അവിടെ, അപ്പോൾ ആര് കഴിക്കാവും? കൃഷ്ണനാ വന്ന് കഴിക്കുന്നത്. പക്ഷേ അമ്മായിമ്മയുടെ വിചാരം ഇവിടെ അടുത്ത് കഴിക്കുകയാണ്. ഒരിക്കൽ ഇവിടെ വിചാരിച്ചു കാണിച്ചു കൊടുക്കണം, അമ്മായിമ്മയ്ക്ക് പറഞ്ഞ് ബോധിപ്പിക്കണം, കൃഷ്ണനെ അങ്ങോട്ട് പിടിക്കണം. കെണി വെച്ചു കൃഷ്ണൻ വരുമ്പോൾ പിടിക്കാനായിട്ട്. ഉറിയിൽ വെണ്ണ വെച്ചതാണ്. കൂട്ടുകാർ കുറച്ച് പേര് വന്നു. ആദ്യം എന്നിട്ട് നോക്കി, സ്ഥലമൊക്കെ നോക്കി, കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് വിസിലടിച്ചാൽ ആര് വരും? അപ്പോഴേ കൃഷ്ണൻ വരുള്ളൂ. ആദ്യം വന്ന പ്രശ്നമാണ്. കുഴപ്പമൊന്നുമില്ല, ആരും അറിയില്ല എന്ന് ഉറപ്പായാൽ മാത്രം ഭഗവാൻ വരും. വന്ന് നേരെ വാതിൽ തുറന്ന് അകത്ത് പോയി അടുക്കളയുടെ വാതിൽ തുറന്ന് വയ്ക്കും. എന്തിനകത്ത് പിടിച്ചാൽ ഓടണ്ടേ? ചോരാഗ്രഗണ്യം തമഹം ഭജാമി. ആദ്യം എല്ലാ വാതിലും തുറന്നു വയ്ക്കുക ചെയ്യുക. കാരണം പിടിക്കപ്പെടാം, അപ്പോൾ ആ സമയത്ത് കൂടി രക്ഷപ്പെടണം. അത് കഴിഞ്ഞ് നല്ല ബലമുള്ള ആളെ നോക്കിയിട്ട് താഴത്ത് മുട്ട് കൂത്തി നിർത്തും. ബലമുള്ള ആളാവണം, അടിത്തറ നന്നാവണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നെ അതിലെ കുറഞ്ഞ ആൾ മുകളിൽ അങ്ങനെ ഏറ്റവും മുകളിൽ കൃഷ്ണൻ ചാടിക്കയറി തൻ്റെ ഓടക്കുള്ള കൊണ്ട് ആ കലത്തിനൊരു അടി അങ്ങോട്ട് അടിച്ചാൽ അതിൽ നിന്ന് ഇങ്ങനെ പാല് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ പാകത്തിന് ഇങ്ങനെ വരും. വായ തുറന്ന് തനിക്ക് വേണ്ടത് താൻ കള പറഞ്ഞ് കുടിക്കും. തനിക്ക് മതിയായ മാറിക്കൊടുത്താൽ താഴത്തിരിക്കുന്ന ആൾക്ക് കുടിക്കാം. അങ്ങനെ കൃഷ്ണൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൾ എന്ത് ചെയ്തു? ഇതൊക്കെ കണ്ടിട്ടുണ്ടേ, അവൾ വാതിലങ്ങോട്ട് തുറന്നു. താഴത്ത് മുട്ടുകുത്തി നിൽക്കുന്നത് ഇവളുടെ മകനാ. അമ്മ വന്നോന്നും പറഞ്ഞാൽ ഇതൊരൊറ്റ ഓട്ടാണ്. പിന്നെ പറയണ്ടല്ലോ, ബാക്കിയുള്ളവരൊക്കെ പട എന്ന് പറഞ്ഞ് താഴത്തേക്ക് വീണു. കൃഷ്ണൻ മാത്രം മുകളിലേക്കാണ് ചാടിയത്. ആ ഉറി പിടിച്ചാടുക. അവൾക്ക് വേണ്ടതാരെയാ? കൃഷ്ണനെയാണ് വേണ്ടത്. 2 കൈ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു, താഴത്തേക്ക് ഇറക്കി. ഇന്ന് ഞാൻ അമ്മായിമ്മ വരട്ടെ, നിന്നെ കാണിച്ചു കൊടുക്കും. കൃഷ്ണൻ മുഖം കൊണ്ട് പറയുന്നുണ്ട്, വേണ്ട ഒന്ന് വിടുവോ, നീ കാണിച്ച 2 അടിച്ചോ, എന്നാലും സാരമില്ല. പക്ഷേ ആ മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കല്ലേ, നല്ലൊരു പേരാ മുത്തശ്ശിക്കിനെ പറ്റി നല്ല അഭിപ്രായം. അപ്പോൾ അതില്ലാണ്ട് ആക്കരുതേ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇവള് വിട്ടില്ല. അവസാനം വിടില്ല എന്ന് ഉറപ്പായപ്പോൾ തൻ്റെ വായിലുള്ള പാല് ഇവളുടെ മുഖത്തേക്ക് അങ്ങോട്ട് തുപ്പി. അവസാനം കണ്ണ് കാണില്ല, കൈ അങ്ങോട്ട് വിട്ടു. കൃഷ്ണൻ അങ്ങോട്ട് കൊതറി ഓടി. കൃഷ്ണൻ്റെ പിന്നാലെ ഇവളങ്ങോട്ട് ഓടുന്ന സമയത്താണ് അമ്മായിമ്മ കുളി കഴിഞ്ഞ് കയറി വരിക. അമ്മായിമ്മ കാണുന്ന കാഴ്ച എന്താ? പാലിൽ കുളിച്ച് മരുമകൾ ഇങ്ങനെ വരുന്നുണ്ട്. അമ്മായിമ്മ പറഞ്ഞു, എനിക്ക് ഇത്രയും കാലം സംശയം ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ഉറപ്പായി. ഞാൻ കുളിക്കാൻ പോയ നേരം നോക്കി എടുത്ത് കമഴ്ത്ത് തലേന്നും പറഞ്ഞ് വീണ്ടും പ്രശ്നമാണ് യശോദ അവിടെ ഉണ്ടായത്. ഇതാണ് എൻ്റെ കഥ. ഹസ്താഗ്രാഹി അരചകതി വിധിം പീഠകോലൂഖലാദ്യൈ. ഇനി ദൂരത്ത് എവിടെയെങ്കിലും മുകളിൽ എവിടെ എടുത്തു വെച്ചാൽ പീഠവും ഒരലൊക്കെ എടുത്തു വെച്ചാൽ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആരെടുക്കും? ഈ ഉണ്ണി എടുക്കും. പിന്നെ ഒളിപ്പിച്ചു വെച്ചാൽ പോരെ ചോദിച്ചാൽ ഒളിപ്പിച്ചു വെച്ചു. അവിടെ ആരും കയറാത്ത മുറിയുണ്ട്. കുട്ടികൾക്കൊക്കെ ഇരുട്ട് മുറി പേടിയാവുമല്ലോ. അവിടെ ഒരു ഇരുട്ട് മുറിയിൽ കൊണ്ടുപോയി വെച്ചു. ഒരു മുറി, ആ മുറിയിൽ അവിടുത്തെ മുത്തശ്ശി പെരിച്ചാടി മാത്രമേ പോകൂ. അങ്ങനത്തെ ഒരു മുറി, പേടിയാവും അവിടേക്ക് പോകാൻ തന്നെ. അവിടെ കൊണ്ടുവച്ചാലും ആര് വരും? ഹസ്താഗ്രാഹിയെ ധ്വാന്താകാരേ ധൃതമണികണം സ്വാംഗമർത്ഥപ്രദീപം. ഇവനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല, കാരണം കഴുത്തിലൊരു മണിയുണ്ട്. അത് രാത്രിയായി പ്രകാശിക്കും. പിന്നെ ഇപ്പം വെളിച്ചം വേറെ വേണം. എവിടെ ഇരുട്ട് മുറി കൊണ്ടുവച്ചാൽ ഇയാൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് മാത്രമല്ല, സർവജ്ഞനാണ്. എന്താണ്? എല്ലാം അറിയുന്ന ഭഗവാന് ലേശം വെണ്ണ എവിടെയാണ് വെച്ചത് കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട്? അതൊന്നും ഭഗവാന് പ്രയാസമില്ല. ഇടയ്ക്ക് യശോദയ്ക്ക് മറന്നുപോകും വെണ്ണ എവിടെയാണ് വെച്ചതെന്നുള്ള കാര്യം. നന്ദഗോപുരം ഉണ്ണായിരിക്കുമ്പോഴാവും, അയ്യോ വെണ്ണ എവിടെയാണ് വെച്ചു. കൃഷ്ണനെ പറ്റിക്കാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എവിടെയാണ് വെച്ചതെന്ന് മറന്നുപോയി. നന്ദഗോപുരക്ക് കൊടുക്കാൻ വെണ്ണ നോക്കുമ്പോൾ കൃഷ്ണൻ പറയാം, അമ്മ ആ പയർ വെച്ച പാത്രത്തിൻ്റെ പിന്നിലുണ്ട്.
അത് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കണം. അതാണ് അവിടുത്തെ അവസ്ഥ. സർവജ്ഞനാണ്, അതൊന്നും കണ്ടുപിടിക്കാൻ പ്രയാസം ഇയാൾക്കില്ല. കാലേ ഗോപ്യോ യർഹി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്ത ഏവം ഇത്തം സ്ത്രീഭിഃ സഭയനയന ശ്രീമുഖാലോകിനീഭിഃ. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയണം. ഗോപസ്ത്രീകൾ വന്ന് പരാതി പറയുമ്പം നമ്മളാരും വിചാരിക്കേണ്ട അയ്യോ കൃഷ്ണൻ വന്ന് കക്കണത് അവർക്ക് വലിയ വിഷമാണോ. അല്ല, കൃഷ്ണൻ വന്ന് കക്കണത് അവർക്ക് വേണ്ടിയാണ്. കൃഷ്ണന് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെണ്ണ വേണമെന്നില്ല, പാല് വേണമെന്നില്ല, ഒക്കെ തൻ്റെ കുടുംബത്തിൽ ധാരാളമുണ്ട്. എന്നിട്ടും വരുന്നത് ആ പേരും പറഞ്ഞ് ഓരോ വീടുകളിൽ ചെല്ലുക, അത്രയേ ഉള്ളൂ. അവർക്കൊക്കെ തന്നെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ ചെല്ലുന്നത്. ഒരു ദിവസം എങ്ങാനും കൃഷ്ണൻ വന്നിട്ടില്ലെങ്കിൽ അവരുടെ വിഷമം. അവർ രാവിലെ തൈര് കടഞ്ഞ് വെണ്ണെടുത്ത് വയ്ക്കുമ്പോൾ എന്താ ഭാവം, ഇന്ന് കൃഷ്ണൻ വരും, ഇന്ന് കൃഷ്ണൻ വരും, ഇത് കൃഷ്ണനുള്ള വെണ്ണയാണ് എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് വയ്ക്കുന്നത് തന്നെ. ഇപ്പം ഇവർ വന്ന് പരാതി പറയുമ്പോഴും അവർ നോക്കുന്നത് ആരെയാ? യശോദയോടാണ് പറയണതെങ്കിലും അവരുടെ ദൃഷ്ടി കൃഷ്ണൻ്റെ നേരെയാണ്. കൃഷ്ണൻ അവരെ നോക്കുന്നത്, കൈ ചൂണ്ടണത്, കണ്ണുരുട്ടണത്, കൃഷ്ണൻ അവരെ നോക്കി പല്ല് കടിച്ചു പിടിക്കുന്നത്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ. നവരസങ്ങൾ കാണാൻ വേണ്ടി അവർ വന്ന് പരാതി പറയുക. അതല്ലാണ്ട് അവർക്കിപ്പം പാലും വെണ്ണയും പോയി എന്ന് കരുതിയിട്ട് ഒരു പ്രശ്നവുമില്ല. അവർക്ക് ഭഗവാനെ വേണം, അത്രയേ ഉള്ളൂ. നഹ്യുപാലബ്ധമൈച്ഛത് എന്ന് പറഞ്ഞു വെച്ചു. ഈ ലീലയിലൂടെ ഭഗവാൻ ഓരോ ഗോപസ്ത്രീകളുടെയും ഹൃദയം ഭഗവാൻ ആ വെണ്ണ മോഷ്ടിക്കുന്നതിലൂടെ മോഷ്ടിച്ചു. ഇപ്പം അവരുടെയൊക്കെ മനസ്സിൽ ആരേ ഉള്ളൂ? കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ. എന്ത് ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടാണ്. അവരുടെ ചിന്ത ശ്വാസം എന്താ? കൃഷ്ണ 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 കൃഷ്ണ. അങ്ങനെ ആക്കി തീർത്തു ഭഗവാൻ. ഏകദാ ക്രീഡമാനാസ്തേ രാമാദ്യാഃ ഗോപതാരകാഃ കൃഷ്ണോ മൃതം ഭക്ഷിതവാൻ ഇതി മാത്രേ ന്യവേദയൻ. ഒരിക്കലും എന്തേ ഉണ്ടായി? കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ അങ്ങോട്ട് ഓടി വന്നു യശോദാമ്മയുടെ നേരെ. പിന്നീട് തല താഴ്ത്തി മുഖം പൊറിപ്പിച്ചുകൊണ്ട് കൃഷ്ണനുമുണ്ട്. എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് കൃഷ്ണൻ. അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ പണിയൊക്കെ നിർത്തി ഓടി വന്നു. എന്തേ ഉണ്ടായി ചോദിച്ചു. കുട്ടികളെല്ലാവരും കൂടി ചോദിക്കുക കൃഷ്ണനോട്, പറയട്ടെ കൃഷ്ണ, ഞങ്ങൾ പറയട്ടെ. കൃഷ്ണനൊന്നും മിണ്ടണില്ല. ഞങ്ങൾ പറയാൻ പോവുകയാണ്. എന്താ പറയണത്? കൃഷ്ണോ മൃതം ഭക്ഷിതവാൻ. അമ്മേ, കൃഷ്ണൻ മണ്ണ് കഴിച്ചു എന്ന് പറഞ്ഞു. യശോദയ്ക്കുണ്ടായ ദേഷ്യം. ധാരാളം വെണ്ണയും പാലും തിന്നുന്നുണ്ട്, ഇനി അതും പോരായിട്ട് കട്ടും തിന്നുന്നുണ്ട്, ഇനി അതും പോരായിട്ട് മണ്ണ് തിന്നെ. കസ്മാൻ മൃതമതാന്താത്മൻ ഭവാൻ ഭക്ഷിതവാൻ രഹ. എടാ അഹങ്കാരി, നിനക്ക് നിന്റെ കേടാ, നീ മണ്ണ് തിന്നോ എന്നും പറഞ്ഞ് ഒരു മയിൽപ്പീലിയും കയ്യിൽ പിടിച്ച് ഭഗവാന്റെ നേരെ വന്ന് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് അടിക്കാനായിട്ട് പുറപ്പെട്ടു. കൃഷ്ണൻ പറഞ്ഞു, അമ്മേ ഞാൻ കഴിച്ചിട്ടില്ല. നാഹം ഭക്ഷിതവാൻ അംബ സർവേ മിഥ്യാഭിശംസിനഃ. എല്ലാവരും പറയണത് മിഥ്യയാണ്. എന്താണ് മിഥ്യ എന്ന് വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഈ കാണുന്ന പ്രപഞ്ചം മിഥ്യയാണ്, സത്യമായത് ഞാൻ മാത്രമാണ്. ഞാനെങ്ങനെയാണ് മണ്ണ് കഴിക്കുക? എന്നിൽ നിന്ന് അന്യമായ ഒന്നുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ സാധിക്കുള്ളൂ. ഞാനല്ലാത്തൊരു വസ്തു ഇവിടെ ഇല്ല, പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റൂ. ഇതൊക്കെയാണ് ആര് പറയണത്? ആ ഇടയപ്പെടുന്നത് മനസ്സിലാകുമോ? ബ്രഹ്മസത്യം എന്നൊക്കെ പറഞ്ഞാൽ ശാസ്ത്രം പഠിക്കാത്ത അവൾക്കത് മനസ്സിലാകുമോ? സർവേ മിഥ്യാഭിശംസിനഃ. ഇവിടെ എല്ലാവരും പറയണതൊക്കെ മിഥ്യയാണ്, സത്യമായത് ഈശ്വരൻ മാത്രം, ബ്രഹ്മം മാത്രമാണമ്മേ. ഇവരൊക്കെ കളവ് പറയാണ്, ഞാൻ മണ്ണ് കഴിച്ചിട്ടില്ല എന്ന് ലൗകികമായിട്ടുള്ള അർത്ഥം. അമ്മ ചോദിച്ചു, നിന്റെ ഏട്ടൻ പറയുന്നുണ്ടല്ലോ, ബലരാമൻ കളവൊന്നും പറയില്ല. ഏട്ടനാരാ? ഹരിശ്ചന്ദ്രനാ. കളവ് പറയാണ് ഏട്ടൻ, ഞാൻ കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വായ തുറക്കാൻ എന്താ അത്ര മടി? നീ ഒന്ന് വായ തുറക്കുക, അമ്മ കാണട്ടെ. ഇല്ല അമ്മ, ഞാൻ കഴിച്ചിട്ടില്ല. എന്നാൽ വായ തുറക്കുക, കാണട്ടെ. ശരി, അമ്മയ്ക്ക് പറഞ്ഞിട്ട് വിശ്വാസമാവണില്ല, എന്നാൽ പിന്നെ കണ്ടോട്ടെ എന്ന് കരുതി ഭഗവാൻ വായ അങ്ങോട്ട് തുറന്നു. അധികം മണ്ണ് കാണാൻ മോഹിച്ചില്ല. ഒരു 2 തരി മണ്ണ് കണ്ടാൽ നന്നായി എന്നേ വിചാരിച്ചിട്ടുള്ളൂ. എങ്കിൽ 14 ലോകങ്ങളിലെയും മണ്ണ് ആർക്ക് കാണിച്ചു കൊടുത്തു? അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ഭൂലോകം, ഭുവർലോകം, സുവർലോകം, ജനർലോകം, മഹാലോകം, മഹർലോകം, സ്വർലോകം, സത്യലോകം, അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, തലാതലം, പാതാളം. ഭൂമിയിലെ ഗോകുലം മുന്നിൽ യശോദ മുന്നിൽ കൃഷ്ണൻ വായ തുറന്നിരിക്കുന്നുണ്ട്. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എല്ലാം എവിടെ കണ്ടു? ഭഗവാന്റെ വായിൽ. ഇതെല്ലാം ഞാനാണ്, ഈ പ്രപഞ്ചം, ഈ വിശ്വമാര? വിശ്വം വിഷ്ണു. ഈ കാണുന്ന പ്രപഞ്ചം ഞാൻ തന്നെയാണ് അമ്മേ, അമ്മയിലും ഞാൻ തന്നെ, എല്ലാം എന്നിലാണെന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അതാണ് അറിവ്. സർവം ഖലു ഇതം ബ്രഹ്മ. ഇതൊക്കെ ആ ഈശ്വരനാണ് എന്നുള്ളത് ഒരു പ്രയാസവും ഇല്ലാതെ എളുപ്പത്തിൽ ആർക്ക് സാധിച്ചു കൊടുത്തു. എത്രയോ ശാസ്ത്രം പഠിച്ചിട്ടും ഗുരുനാഥൻ്റെ കീഴിൽ കുറേ കാലത്തെ അഭ്യാസം കൊണ്ടൊക്കെയാണ് ഒരു സാധകനത് ബോധ്യാവുക. ഇവിടെ ഒന്നും വേണ്ടി വന്നില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ ഇടയപ്പെണ്ണിന് പെട്ടെന്നത് മനസ്സിലായി, ഇതൊക്കെ ഭഗവാൻ തന്നെ, എൻ്റെ മകൻ ചില്ലറക്കാരനല്ല.
ഇത് കണ്ടു. ഉണ്ണിയുടെ വായിൽ ലോകം മുഴുവൻ കണ്ടു. രോഹിണി കൃഷ്ണൻ്റെ വായിൽ ലോകം എന്നൊക്കെ പറഞ്ഞ ആര് ബോധം കെട്ട് വീണു? യശോദ കണ്ട് ബോധം കെട്ട് വീണു. അപ്പോഴേക്ക് രോഹിണി ഓടി വന്നു. കൃഷ്ണൻ്റെ വായിൽ ലോകം ഞാൻ കാണട്ടെ, കൃഷ്ണ വായ തുറക്കുക, അമ്മയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. കൃഷ്ണ വായ തുറക്കണില്ല. അവസാനം ആ വിരലൊക്കെ ഇട്ട് വായിലിട്ട് തുറക്കാൻ പുറപ്പെട്ട സമയത്ത് കൃഷ്ണൻ മുളച്ച് വരുന്ന വല്ലുകൊണ്ട് ഒരു കടി കൊണ്ട് കൊടുത്തു വിരലിന്. രോഹിണി പറഞ്ഞു, യശോദ ഞാനും കണ്ടു ലോകം മുഴുവൻ. ലേശം വ്യത്യാസമുണ്ട്, ഞാനും കണ്ടു. ഓരോരുത്തർക്കും ഓരോ ലീലകളാണ്, എല്ലാവർക്കും ഒരേപോലെയല്ല ഭാഗ്യം. രോഹിണിക്കും അനുഗ്രഹമൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഇത്തം വിദിത തത്വായാം ഗോപികായാം സൈശ്വര. ആ ഗോപികയ്ക്ക് ഈ തത്വമൊക്കെ ബോധിപ്പിച്ചു കൊടുത്തു. എന്ത് തത്വം? എന്താ? ഇവിടെ എല്ലാം ഞാൻ തന്നെ, ഞാനല്ലാണ്ട് മറ്റൊരു വസ്തു ഇവിടെ ഇല്ല എന്നുള്ളത് എളുപ്പത്തിൽ ബോധിപ്പിച്ചു കൊടുത്തു. പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് ബോധ്യമായാൽ പിന്നെ ലീലകൾ നടക്കില്ല എന്ന് കരുതി ആ മകനെ തൊഴുതു നിൽക്കുന്ന യശോദയുടെ അടുത്തേക്ക് വന്ന്, അമ്മേ പാല് തരൂ, കൃഷ്ണന് വിശക്കുന്നുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും യശോദ എല്ലാം മറന്നു. ഭാര്യ കണ്ടെടുത്ത് പാല് കൊടുത്തു. സാധാരണ ഒരു മനുഷ്യക്കുട്ടിയായിട്ട് യശോദ കണ്ടു എന്നാണ്. ഒരിക്കൽ കൂടി ആ അമ്മയ്ക്ക് തൻ്റെ ആ ഒരു വൈഭവം കാണിച്ചു കൊടുക്കുകയാണ്. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. രാവിലെ നേരത്തെ എഴുന്നേൽക്കും യശോദ. എണീറ്റ് കുളിച്ച് ഒരുങ്ങി വലിയ പട്ടുസാരിയൊക്കെ ചുറ്റി മുട്ടുവര വളകൾ പൊട്ടുകുത്തി ഒരുങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക? തൈര് കടയുക. കാരണം ആ ഉത്സാഹം. തൈര് കടയണ സമയത്തോ ഇവിടെ ശ്രീശുഗർ പറയുകയാണ്, ഇത്രയും നേരം കൃഷ്ണനെ ധ്യാനിച്ചില്ലേ, ഇനി നമുക്ക് ഈ കൃഷ്ണനെ മകനായിട്ട് കിട്ടിയ ഭാഗ്യവതിയായിട്ടുള്ള അമ്മയെ ഒന്ന് ധ്യാനിച്ചാലോ? യശോദയുടെ ധ്യാനമാണ്. ക്ഷൗമം വാസ പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുചയുഗം ജാതകമ്പം ച സുഭ്രൂ രജ്ജ്വാകർഷശ്രമഭുജചലത് കങ്കണൗ കുണ്ടലേ ച സ്വിന്നം വക്ത്രം കപരവികളൻ മാലതീ നിർമ്മമന്ധ. നല്ല പട്ടുസാരി ഉടുത്ത് വലിയ കുണ്ടലങ്ങൾ. കേരളം വിട്ടാൽ തന്നെ ഇനി ഉത്തരേന്ത്യക്ക് പോകുമ്പോൾ കാണാം അവരുടെ കമ്മലിനൊക്കെ വലിയ വലുപ്പമാണ്, വലിയ വള മുട്ട് കുറേ അധികം ഉണ്ടാവും. ഒക്കെ ആഭരണങ്ങളൊക്കെ കുറച്ച് അധികം അണിയും. വലിയ പട്ടുസാരി, ആ പളവള മിന്നുന്ന പട്ടുസാരിയൊക്കെ ഉടുത്ത് അവൾ ആ തൈര് കടയാണ്. തൈര് കടയണ സമയത്ത് കയ്യിലുള്ള വളകളുടെ ശബ്ദം, ഭഗവാന്റെ ലീലകളൊക്കെ ഓർത്ത് മനസ്സിൽ കണ്ട് അങ്ങനെ തലയാട്ടിയിട്ട് അങ്ങനെ തൈര് കടയുന്ന സമയത്ത് ചെവിയിലുള്ള കുണ്ടലങ്ങളുടെ ശബ്ദം, ഇതൊക്കെ കേട്ടിട്ടാണ് ഭഗവാൻ ഉണരുക. തലേ ദിവസം നല്ല രീതിയിൽ കൺമഷിയൊക്കെ ഇട്ട് കണ്ണെഴുതി ഗോപിക്കുറി തൊടിയിച്ച് അങ്ങനെ മനോഹരമായിട്ട് നല്ല പട്ടുകോണമൊക്കെ ഉടുപ്പിച്ച് മുടിയൊക്കെ ഒതുക്കി കെട്ടി അതിൽ മയിൽപ്പീലി തിരികി അത് പോവാണ്ടിരിക്കാൻ മുല്ലമാല കൊണ്ട് കെട്ടിവെച്ചിട്ടൊക്കെ ഉണ്ടാവും. രാവിലെ ആകുമ്പോഴേക്കും ഒക്കെ പോയിട്ടുണ്ടാവും. കൺമഷിയൊക്കെ മുഖത്ത് നല്ലോണം തേച്ചിട്ടുണ്ടാവും. മയിൽപ്പീലിയൊക്കെ വീണു പോയിട്ടുണ്ടാവും. അമ്മയ്ക്ക് വിഷമം വേണ്ട കരുതിയിട്ട് ഗൗബീനം ഊരി അത് കെട്ടി അതിൻ്റെ മുകളിൽ പീലി തിരികും. മെല്ലെ മെല്ലെ നടന്ന് അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. തരി കടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ പിന്നിലൂടെ വന്ന് ആ കഴുത്തിൽ കൈയിട്ട് പുറത്തോട് ചേർന്ന് അങ്ങനെ കിടക്കും. കൃഷ്ണൻ വന്നു എന്ന് കണ്ടാൽ പിന്നെ വാരിയെടുത്ത് മടിയിൽ വെച്ച് ഭഗവാൻ പാല് കൊടുത്തുകൊണ്ട് തൈര് കടയാൻ പുറപ്പെടും. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ പിന്നെ അമ്മ തൈര് കടയാൻ പുറപ്പെട്ട കൈ അങ്ങോട്ട് പിടിക്കും. മതി, ഇനി ഇത് ശ്രദ്ധിക്കുക. മറ്റേർപ്പാടുകളൊക്കെ ഇതിനു വേണ്ടിയാണ്. ഇത്രയും കാലം അമ്മ പണിയെടുത്തൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. ഇതാണ് മുഖ്യം. ഇനി എന്ത് ചെയ്യണം? മറ്റു പണികൾ നിർത്തുക. ഇത്രയും കാലം നമ്മൾ ഓടി നടന്നതൊക്കെ ഭാഗവതം കേൾക്കാനാണ്. ഭാഗവതം കേൾക്കുമ്പോൾ പിന്നെ മറ്റു പണികൾ വേണ്ട, അത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. അതാണ് വേണ്ടത്. ഭഗവാനെ കിട്ടിയ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ എല്ലാ ജോലിയും നിർത്തണം. അതാണ് വേണ്ടത്. അമ്മ നിർത്തി, തരി കടയണം നിർത്തി, ഭഗവാനെ ഇരുത്തി പാല് കൊടുക്കുന്നു. കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ചുണ്ട് അനങ്ങളും നിർത്തി കണ്ണടച്ചു. ഉറങ്ങാമെന്ന് കരുതി മെല്ലെ എടുത്ത് മാറ്റി കിടത്താൻ പുറപ്പെടുമ്പോഴേക്കും കണ്ണ് തുറക്കും, പുഞ്ചിരിക്കും, വീണ്ടും പാല് കുടിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ ഓർത്തത് അടുക്കളയിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ, അത് പതഞ്ഞു പോകില്ലേ എന്ന് കരുതി പെട്ടെന്ന് ഒന്നും പറയാണ്ട് കൃഷ്ണനെ താഴ്ത്ത് വെച്ച് അകത്തേക്ക് ഓടി. ഭഗവാനെ കിട്ടിയിട്ടും അത് ശ്രദ്ധിക്കാണ്ട് അകത്തേക്ക് മറ്റു വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതും നഷ്ടപ്പെടും. തിരിച്ചു വരുമ്പോൾ ഇതും കിട്ടില്ല. ഉണ്ടാവുക. അകത്തേക്ക് അങ്ങോട്ട് പോയപ്പോഴേക്കും പാലൊക്കെ പതച്ച് പതഞ്ഞ് അതൊക്കെ പോയി. തിരിച്ചിവിടെ എത്തിയപ്പോഴേക്കും ഇതുവരെ ഉണ്ടാക്കി വെച്ച ആ തൈരും വെണ്ണയും ഒക്കെ കൃഷ്ണൻ അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞു എന്നാണ്. ദൂരത്ത് പോയിട്ട് അമ്മിക്കുട്ടി എടുത്ത് കൊണ്ടുവന്നു. അത് വലിയ കഷ്ടപ്പാടാണ്. അത് കുമ്പേമ്പിൽ വെച്ച് കൊണ്ടു, 2 കൈ കൊണ്ട് വെച്ചില്ല, ചെറിയ ഉണ്ണിയല്ലേ. അത് കുമ്പേം കൂടി ചേർത്ത് എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് ആ വലിയ കലം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ഇട്ടു. രാവിലെ 3:30 മുതൽ 9 മണി വരെ നേരെയാക്കി വെച്ചതാണ് തൈര് മുഴുവൻ. അവിടെ അങ്ങനെ തൈരിൻ്റെ കടൽ. പിന്നെ ചെറിയ ചെറിയ കലത്തിലൊക്കെ വെച്ച വെണ്ണയൊക്കെ കടകോല് കൊണ്ട് തട്ടി ഒക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചു. കുറച്ച് വെണ്ണ കയ്യിലെടുത്തു. തൈരിൽ കുറച്ച് നേരം ചാടിക്കളിച്ചു. 4 ഭാഗത്തേക്ക് നടന്നു. അമ്മയ്ക്ക് പെട്ടെന്ന് ഏത് വഴിക്ക് പോയിന്ന് കണ്ടുപിടിക്കേണ്ട അമ്മ എന്ന് കരുതി 4 ഭാഗത്തേക്ക് നടന്നു.
ഇതൊക്കെ അമ്മ നോക്കിക്കാണുകയാണ്. വെറുതെ അല്ല. വ്യവസ്ഥകളൊക്കെ പറയുമ്പോൾ വിചാരിച്ചു വലിയ വികൃതിയൊന്നും ഉണ്ടാവില്ല, കുറച്ചൊക്കെ അവർ കൂട്ടി പറയാം. നല്ലല്ല, അവർ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, നല്ലോണം ഇയാളെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി പെട്ടെന്നൊരു മയിൽപ്പീലി എടുത്ത് കൃഷ്ണൻ്റെ പിന്നാലെ അങ്ങോട്ട് ഓടാൻ പുറപ്പെട്ടു. കൃഷ്ണൻ ഓടി. നാവഗച്ഛൻ അതിഷ്ഠൻ. കൃഷ്ണൻ അങ്ങോട്ട് ഓടി തിരിച്ചും കടന വന്നു. എന്താ തിരിച്ചു വരാൻ കാരണം? അല്ല, ഓടിയിട്ട് ഇപ്പം എവിടെ പോകാനാ? വൈകുന്നേരം കടന വരണ്ടേ? ഇനി ഓടിച്ചാൽ അമ്മ പിന്നെ അതും കൂടി ചേർത്ത് അധികം അടിക്കും. ഇപ്പോൾ ഓടിയില്ലെങ്കിൽ ലേശേ കിട്ടുള്ളൂ. അവിടെ നിൽക്കാം, അടി വാങ്ങാൻ കരുതി. പിന്നെ അമ്മ അടുത്തേക്ക് വന്നപ്പോൾ വീണ്ടും ഓടി. അതെന്താ ഓടാൻ കാരണം വെച്ചാൽ അടുത്തുള്ള ഗോപസ്ത്രീയെ വിളിച്ചാലോ അവൾ വന്ന് ശുപാർശ പറഞ്ഞാൽ പോട്ടെ യശോദേ, പാവം ചെറിയ ഉണ്ണിയല്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പം ശക്തി ലേശം കുറയും, അടിക്കുന്നതിൻ്റെ സ്ട്രോങ് ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. അവളെ വിളിക്കാൻ വേണ്ടി ഓടിയതാ. പക്ഷേ ഓടിയപ്പോഴാണ് ഭഗവാൻ ഓർത്തത്, വേണ്ട വേണ്ട, ഇന്നലെ അവിടെ പോയിട്ടാണ് കട്ടത്. അവളെ വിളിച്ചാൽ അവൾ വരും, എന്നിട്ട് ഇവിടെ കഥ പറയും. ഇന്നലെ കട്ട കാര്യം കൂടി പറഞ്ഞു, അത് ചേർത്ത് അധികം കിട്ടും. നാവഗച്ഛൻ അതിഷ്ഠൻ. ഓടുന്നു വരുന്നു, ഓടുന്നു വരുന്നു. പിന്നെന്തോ ഓർത്ത് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി. അമ്മ എന്നെ കൊല്ലാൻ വരുന്നു എന്നും പറഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അപ്പോഴേക്കും ഗോപസ്ത്രീകളൊക്കെ അവർ പിന്നെ പുറത്തിറങ്ങി ഭഗവാന്റെ ലീലകൾ കാണുകയാണ്. തട്ടിച്ച ശരീരമാണ് യശോദയ്ക്ക്. ലേശം നടക്കുമ്പോഴേക്കും അവൾ വേർക്കും. കൃഷ്ണൻ്റെ പിന്നാലെ ഓടുക. കൃഷ്ണൻ ഇതിൽ കൂടി ഓടാൻ പറ്റും, ചെറിയ കൃഷ്ണനാണ്. ആയിരക്കണക്കിന് പശുക്കൾ വരിക്ക് നിൽക്കുമ്പോൾ 4 കാലിൻ്റെ ഇടയിൽ കൂടെ ആരോടും? കൃഷ്ണൻ അങ്ങോട്ട് ഓടും, യശോദയ്ക്ക് പറ്റൂ. യശോദ ഹൈവേ കൂടെ വരണം, കൃഷ്ണൻ ബൈപ്പാസ് കൂടെ കടന്നു വരും. പിന്നാലെ ഓടി 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 അമ്മയ്ക്ക് ആകെ ക്ഷീണിച്ചു. കൃഷ്ണനെ കാണാനില്ല. എവിടെ പോയി കൃഷ്ണൻ എന്നുള്ള മട്ടിൽ അന്വേഷിക്കുന്നു. കൃഷ്ണൻ വടക്ക് ഭാഗത്തേക്ക് പോയിട്ട് ആ ഒരലെടുത്ത് വെച്ച് അതിൻ്റെ കുഴിയിൽ വെണ്ണ വെച്ച് ലേശം ലേശം എടുത്തിട്ട് മറക്കായ കാമം ദതം ശിരിസ്ഥിതം കുരങ്ങനെ കൊടുക്കണു. എന്താ കുരങ്ങനോട് ഇത്ര കണ്ട് സ്നേഹം? അന്ന് ആ രാമായണ കാലത്ത് സീതയെ അന്വേഷിക്കാൻ നിങ്ങളതേ ഉണ്ടായുള്ളൂ. മനുഷ്യന്മാർ കുറേ ഉണ്ടായിട്ട് അവരൊന്നും സഹായം ഉണ്ടായില്ല. ഈ വാനരന്മാരല്ലേ ഉണ്ടായത്. അതുകൊണ്ട് അവരോട് വല്ലാത്ത സ്നേഹം. അവർക്ക് കുറേ വെണ്ണ കൊടുക്കുന്നുണ്ട്. ചൗര്യ വിശങ്കിതക്ഷണം. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കും, അമ്മ വരുന്നുണ്ടോ എന്നുള്ള മറ്റൊരു കള്ള നോട്ടം. ഇടയ്ക്കിടയ്ക്ക് പിന്നോട്ട് നോക്കും. അങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോഴേക്ക് അടുത്താരെത്തി. അമ്മ അടുത്തെത്തി, പിടിച്ചങ്ങോട്ട് വെച്ചു. 2 കൈയും കൂട്ടി പിടിച്ച് ഒരലിനോട് ചേർത്തങ്ങോട്ട് വെച്ചു. നിന്റെ വികൃതി ഞാനൊന്ന് ഇല്ലാണ്ടിയാക്കുന്നുണ്ട്. ചുറ്റും നിൽക്കുന്ന ഗോപസ്ത്രീകളോട് ഒരു ഗോപസ്ത്രീയോട് പറഞ്ഞു, നീ പോയിട്ട് ആ കയറെടുത്ത് കൊണ്ടുവരും, ഇവനങ്ങോട്ട് കെട്ടിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഗോപസ്ത്രീകൾക്ക് വലിയ മോഹമാണ് കൃഷ്ണൻ കെട്ടിടണം എന്ന് അവർ കുറേ കാലമായി വിചാരിക്കണം. വേഗം പോയി ഒരു കയറ് കൊണ്ടു കൊടുത്തു. അത് ഭഗവാന്റെ ആ ഉദരത്തോട് ചേർത്ത് ഒരലിനും കൂടി കൂട്ടി അങ്ങോട്ട് കെട്ടാൻ പുറപ്പെട്ടു. പക്ഷെ എത്തണില്ല, അങ്ങോട്ട് എത്തണില്ല. 2 വിരലിൻ്റെ കുറവ്. വേറൊരു കയറും കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഓടി. ഞാൻ ഗോപസ്ത്രീ വിചാരിച്ചു ഇനിയിപ്പം കുറയണ്ട, വലിയ കയറിനെ ആയിക്കോട്ടെ കരുതി. വെള്ളം കോരുന്ന കയറുണ്ടല്ലോ, വലിയ കയറ്, അതെടുത്ത് കൊണ്ടു. ഇനി എത്താണ്ട വരണ്ട. അതുകൊണ്ട് കെട്ടാൻ പുറപ്പെട്ടപ്പോഴും എത്തണില്ല. യശോദയ്ക്ക് സംശയം, എന്തോ മായ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ഗോപസ്ത്രീകളോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ വീട്ടിലുള്ള എല്ലാ കയറെടുത്ത് വന്നോളൂ എന്ന് പറഞ്ഞു. അവരൊക്കെ കയറെടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി വീടുകളിലേക്ക്. എന്നിട്ട് എല്ലാ കയറും, ആ പഞ്ചായത്തിലെ കയറ് മുഴുവൻ കൊണ്ടുവന്നു. അതൊക്കെ ഏച്ചു കൂട്ടി കെട്ടുന്ന സമയത്തും കൃഷ്ണനെ അങ്ങോട്ട് ചേർത്ത് കെട്ടാൻ പുറപ്പെടുമ്പോൾ പിന്നെ എത്തില്ല. 2 വിരലിൻ്റെ കുറവ്. അത്രമാത്രം വലിയ വലിപ്പം. പക്ഷെ എന്താ അങ്ങോട്ട് എത്താത്തു? എന്താ 2 വിരൽ ചോദിച്ചാൽ അഹന്ത മമത. ഞാൻ കെട്ടും, എൻ്റെ കൃഷ്ണൻ എനിക്ക് കെട്ടാൻ പറ്റും. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യം. ഇതാണ് ഇപ്പം അത്ര വലിയ പ്രയാസം. എന്താണ് പറ്റില്ല. ആ വിചാരം വന്നാൽ ഭഗവാനെ കിട്ടില്ല. എന്നാണ് എൻ്റെ കൃഷ്ണൻ എനിക്ക് കെട്ടാൻ പറ്റും. അഹന്ത മമത അങ്ങോട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് പോലും കെട്ടാൻ സാധിക്കുന്നില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ കണ്ണിന്ന് കണ്ണീര് വരാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. ഗോപസ്ത്രീകളൊക്കെ ചുറ്റും നോക്കി നിൽക്കുന്നു. എന്തായി നടക്കുന്നത് മനസ്സിലാവണില്ല. എന്താ കെട്ടാൻ പറ്റാത്തത്? ആകെ സങ്കടം. തല കുലിച്ചു. ഭഗവാനെ, എനിക്ക് അങ്ങയെ കെട്ടാൻ സാധിക്കുന്നില്ലല്ലോ. അങ്ങയുടെ അമ്മയായിട്ട് പോലും എനിക്ക് കൃഷ്ണ നിന്നെ കെട്ടാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിചാരം ഉണ്ടായപ്പോൾ, ആ ദീനഭാവം ഉണ്ടായ സമയത്ത് ഭഗവാൻ കരുതി, പാവമ്മ കെട്ടിക്കോട്ടെ. കൃപയാസീത് സ്വബന്ധനേ. അമ്മയുടെ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ, ആ ഭക്തയുടെ ഭാവം കണ്ടപ്പോൾ ഭഗവാന് തോന്നി, എന്നാൽ പിന്നെ അമ്മ കെട്ടിക്കോട്ടെ എന്ന് ഭഗവാൻ സങ്കല്പിച്ചപ്പം ആദ്യം കൊണ്ടുവന്ന കയറ് മുഴുവൻ വേണ്ടി വന്നില്ല. ആരെ കെട്ടി? ആദ്യം കൊണ്ടുവന്ന ചെറിയ കയറില്ല, ആ കയറ് കൊണ്ട് സുഖമായിട്ട് ആര് കെട്ടി? അമ്മ കെട്ടി. എന്ന് പറഞ്ഞാൽ അർത്ഥം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രം നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ, നമ്മുടെ കാരുണ്യം കൊണ്ടല്ല. നമ്മൾ സപ്താഹം കേൾക്കണമെന്ന് വിചാരിക്കണ്ട, ഞാൻ സപ്താഹം വായിക്കണമെന്ന് ഞാനും വിചാരിക്കണ്ട. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ വായിക്കാനും പറയാനും കേൾക്കാനും നടത്താനും ഒക്കെ സാധിക്കുള്ളൂ. അതാണ് കൃപയാസീത് സ്വബന്ധനേ. പാപ്പാന് തന്നെ കെട്ടാനുള്ള ചങ്ങല ആന തന്നെ എടുത്തു കൊടുക്കുന്നത് പോലെ, ആന തുമ്പിക്കൊണ്ട് എടുത്ത് കൊടുക്കുക പാപ്പാന് അത് കെട്ടാനുള്ള ചങ്ങലി. പാപ്പാനെടുക്കാൻ വയ്യ, പാപ്പ നല്ല കൂസാണ്. അയാൾ ചങ്ങല എടുക്കാൻ പുറപ്പെട്ട അയാൾ മൂക്കുത്തി വീഴും, പിന്നെ അയാളെടുക്കാൻ വേറെ ആൾ വരട്ടി വരും.
തന്നെ കെട്ടാനുള്ള ആ ചങ്ങല പാപ്പാനോടുള്ള സ്നേഹം കൊണ്ട്, ആനയ്ക്ക് പാപ്പാനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് പാപ്പാൻ എടുത്തു കൊടുക്കുകയാണ്. ആരെ കെട്ടാനുള്ളത്? തന്നെ കെട്ടാനുള്ളത്. ഇതുപോലെ ആ കൃഷ്ണൻ തന്നെ കെട്ടാനുള്ള കയറ് അമ്മയ്ക്ക് എടുത്തു കൊടുക്കുക, അമ്മ കെട്ടിക്കോളൂ. എന്താ കെട്ടാൻ സമ്മതിക്കാൻ കാരണം? ആ ഒരു വിനയം കണ്ടപ്പം, അഹന്തയും മമതയും കണ്ണീരിലൂടെ പോയി എന്ന് കണ്ടപ്പം കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഭാഗ്യവതിയാണ്. പ്രസാദം ലേഭിരേ ഗോപി. ദേവകിയെ പ്രസവിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാന്റെ പ്രസാദം ലഭിച്ചത് ആർക്കാ? ഈ യശോദയ്ക്കല്ലേ. ആ പരബ്രഹ്മത്തെ കെട്ടിടാൻ സാധിച്ചില്ലേ? ഉപനിഷദർത്ഥം ഉലൂഖലേ നിബദ്ധം. വില്ലമംഗലം സ്വാമിയാർ പറയണം, ഉപനിഷദർത്ഥമായ പരബ്രഹ്മത്തെ ഈ ഇടയപ്പെണ്ണ് ഒരു ഉടലിൻ്റെ മുകളിൽ കെട്ടിയിട്ടു. ആരെ? മഹാവിഷ്ണുവിനെ ഒരു ഉടലിൻ്റെ മുകളിൽ കെട്ടിയിടണം എന്ന് പറഞ്ഞാൽ എന്താ കഥ? അതാർക്ക് സാധിച്ചു? ഈ സ്ത്രീക്ക് സാധിച്ചു. എന്തേ അങ്ങനെ സാധിക്കാൻ കാരണം? പുസ്തകം വായിച്ചിട്ടൊന്നുമില്ല, ശാസ്ത്രം പഠിച്ചിട്ടില്ല. പക്ഷേ ആ നിർമ്മലമായ മനസ്സ്. ജ്ഞാനിനാംശ്ചാത്മഭൂതാനാം യഥാ ഭക്തിമതാമിഹ. വലിയ വലിയ ജ്ഞാനികൾക്കും യോഗികൾക്കും പോലും മനസ്സിൽ കെട്ടാൻ പറ്റണില്ല. അപ്പോഴാണ് ഈ ഗോപസ്ത്രീ ഒരലിൻ്റെ മുകളിൽ ഈ പരബ്രഹ്മത്തെ കെട്ടിടുന്നത്. എന്ത് തപസ് ചെയ്തു ഈ യശോദ, എന്ത് പുണ്യം ചെയ്തു? നിന്റെ വികൃതി ഒന്ന് മാറട്ടെ, അടുക്കളപ്പണി ഉണ്ടെന്നും പറഞ്ഞ് ദേവി അങ്ങോട്ട് പോയി. യശോദ അകത്തേക്ക് പോയതാ. കുട്ടികൾക്കൊക്കെ വലിയ വിഷമമായി. ഇന്നിനിപ്പോൾ കളി നടക്കില്ലേ? കൃഷ്ണനാണല്ലോ നേതാവ്, ഇന്നിപ്പോൾ കളി നടക്കില്ലേ? അടുത്ത് വന്ന് കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ കുടുങ്ങിയില്ലേ, ഇനിയിപ്പോൾ ഇന്ന് എന്ത് ചെയ്യും? ഇന്നിപ്പോൾ കളി വേണ്ടാന്ന് വെക്കല്ലേ, ഞങ്ങൾ ഇവിടെ അങ്ങനെ ഇരിക്കുക, കട്ടഴിക്കുന്നത് വരെ. ആരെങ്കിലും വന്ന് അഴുക്കിയിരിക്കും, അവർക്ക് കഴിക്കാൻ പറ്റില്ല. കൃഷ്ണൻ പറഞ്ഞു, കളി മുടക്കൊന്നും വേണ്ട. കൃഷ്ണനെ സംബന്ധിച്ച് സാഹചര്യം എന്തായാലും കൃഷ്ണൻ ആനന്ദിക്കും, ആനന്ദിക്കണം എന്ന് തീരുമാനിച്ചിറങ്ങിയ ആളാണ്. ആ ഭാവം നമുക്കും വേണ്ടത്. എന്ത് വന്നാലും ഞാൻ സമാധാനമായിട്ടിരിക്കും, എൻ്റെ ശാന്തിയെ ഇതൊന്നും ബാധിക്കില്ല. സ്ക്രീനിലാണ് സിനിമ നടക്കുന്നത്, എന്നാൽ സ്ക്രീനിനെ സിനിമ ബാധിക്കുമോ? ബാധിക്കുമോ? സിനിമയിൽ വെള്ളപ്പൊക്കം വന്നു, സ്ക്രീൻ മുങ്ങിപ്പോകുമോ? നനയോ? സിനിമയിൽ തീ പിടിച്ചു, അത് കാണുകയാണ് നമ്മൾ. സ്ക്രീനിൽ തീ ബാധിക്കുക. ഇതുപോലെ നമ്മുടെ മനസ്സിന് വരുന്നതും ശരീരത്തിന് വരുന്നതും ലേശമൊക്കെ അങ്ങനെ ബാധിച്ചു എന്ന് തോന്നും, പക്ഷേ ഒരിക്കലും അത് ആത്മാവിനെ ബാധിക്കില്ല. അതാണ് ഭഗവാന്റെ പ്രത്യേകത. തന്നെ ബാധിക്കുന്നു എന്നുള്ളൊരു വിഷയം ഭഗവാനില്ല. അതുകൊണ്ടാണ് എപ്പോഴും പുഞ്ചിരിക്കുന്നത്. അല്ലാതെ ഭഗവാന്റെ സാഹചര്യം നോക്കിയാൽ നമ്മളെക്കാൾ കഷ്ടപ്പാടാണ് ഭഗവാന്. ജനിച്ചത് തന്നെ കാരാഗൃഹത്തിലാണ്, നമ്മളങ്ങനെയാണ്. ഭഗവാൻ ജനിച്ചത് തന്നെ ജയിലിലാണ്. പാവം ആ അമ്മയെ പിരിഞ്ഞിരിക്കേണ്ടി വന്നില്ലേ? പറ്റമ്മ ദേവകിയാണ്, യശോദയുടെ അടുത്തല്ലേ താമസപ്പം. അമ്മാവൻ കൊല്ലാൻ വരുന്നുണ്ട്, നമുക്കാരും അമ്മാവൻ കൊല്ലാൻ വരണമെന്നില്ല. ഇപ്പം കെട്ടിയിട്ടതാ. എന്നിട്ട് പോലും ഭഗവാൻ എന്ത് ചെയ്തു? കളിയോട് വാക്കണ്ട പറഞ്ഞു ആ ഒരലങ്ങോട്ട് തട്ടിയിട്ടു. അതും വലിച്ചങ്ങനെ മുട്ടുകുത്താണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആനയാ, കൃഷ്ണൻകുട്ടി ആന, ആ പേരെ കെട്ടു. തുമ്പിക്കയ്യാന്ന് പറഞ്ഞ കൈയൊക്കെ പൊന്തിച്ചു. ഒരലെന്താ? തടി വലിച്ച് നടക്കുക. അപ്പം കുട്ടികൾക്ക് രസമായി. അവരെന്തോ കൊമ്പൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നു, അത് തോട്ടിയാന്നൊക്കെ പറഞ്ഞ് ഒന്നാം പാപ്പാൻ രണ്ടാം പാപ്പാൻ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഇടത്താനേ വലത്താൻ എന്നൊക്കെ പറഞ്ഞ് ഈ ആനയെ കളിപ്പിക്കുകയാണ്. കൃഷ്ണൻ പുറത്തേക്ക് നോക്കിയപ്പം 2 മരങ്ങൾ. അവർ തലയാട്ടി വിളിക്കുന്നുണ്ട്, കൃഷ്ണ ഒന്ന് വരൂ, ഞങ്ങളെ വന്ന് തൊടു. കാറ്റടിക്കുമ്പോഴേ അവരിങ്ങനെ വിളിക്കും, കൃഷ്ണ ഒന്ന് വന്ന് തൊടു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആരാ അവർ? നളഗോപുരനും മണിഗ്രീവനുമാണ്. കുബേരൻ്റെ മക്കളാ. നാരദരുടെ ശാപം കൊണ്ട്, ശാപം എന്ന് പറഞ്ഞാൽ ഭാഗ്യം, ഭഗവാന്റെ മുറ്റത്ത് മരങ്ങളായിട്ട് മാറി നാരദരുടെ ശാപം കൊണ്ടേ. ഭക്തന്മാർ ശപിച്ചാൽ പോലും നേട്ടം ഉണ്ടാവുക. വേറെ എവിടെയെങ്കിലും മരങ്ങളാവട്ടെ നല്ല പറഞ്ഞത്, ഭഗവാന്റെ മുറ്റത്ത് ഭഗവാന്റെ ലീലകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആര്? ആ നളഗോപനും മണിഗ്രീവനും. ആരാ അവർ? കുബേരൻ്റെ മക്കളാ. കുബേരൻ വലിയ ശിവഭക്തനാണ്. എപ്പോഴും നമശിവായ ജപിച്ച് പരമശിവന്റെ പാദം സേവിച്ച് പരമശിവന് ഇഷ്ടം തോന്നി തൻ്റെ സർവസ്വവും ആർക്ക് കൊടുത്തു? കുബേരന് കൊടുത്തു. വലിയ കാശുകാരനായി കുബേരൻ. അദ്ദേഹത്തിന് ഭക്തി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കൾക്ക് എന്തില്ല. കാശുകാരൻ്റെ മക്കളായതുകൊണ്ടേ അങ്ങനെയാണ് ഉണ്ടാവുക. പിഷ്കൻ്റെ മകൻ ധാരാളിയാവും എന്നാണ് പറയുക. ധാരാളിയുടെ മകൻ അവരെ പറയണില്ല, അത് അപകടമാവും. ഇവിടെ എന്താ കഥ വെച്ചാൽ, അച്ഛൻ നല്ല കാശുണ്ട്, പക്ഷേ ആ ഭക്തി മക്കൾക്ക് കിട്ടിയിട്ടില്ല. അവർ ജന്മനാ തന്നെ കാശുള്ളവരായതുകൊണ്ട് അവർ അമ്പലത്തിലൊന്നും പോകണില്ല, ഭഗവാനെ ഭജിക്കുന്നില്ല. ആ ഗംഗയിൽ മുങ്ങും, സ്ത്രീകളുടെ കൂടെ സല്ലപിച്ച് മദ്യം സേവിച്ചും കൊണ്ട് അവിടെ അങ്ങനെ കഴിയുകയാണ്. തൊട്ടടുത്ത് കൈലാസം പോവില്ല. നാരദ മഹർഷി ആ വഴിക്ക് സഞ്ചരിക്കുമ്പം കഷ്ടം തോന്നി, ഇങ്ങനെ നല്ലൊരു ജന്മം കിട്ടിയിട്ട് ചുട്ട് തിന്നണല്ലോ എന്നാണ്. അമരന്മാർ മരങ്ങളായിടുന്നു പുന്നാനം പറയും. നാരദർ ശപിച്ചു, ഇവർ മരങ്ങളായിട്ട് പോട്ടെ. 2 നല്ല കൈകളുണ്ടായിട്ട് ഭഗവാനെ സേവിക്കുന്നില്ല, കാലുകളുണ്ടായിട്ട് ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുന്നില്ല, നാവുണ്ടായിട്ട് നമശിവായ എന്ന് ജപിക്കുന്നില്ല. ഇത്ര നല്ലൊരു സാഹചര്യം ഉണ്ടായിട്ട് നശിപ്പിക്കണമല്ലോ. അവർ മരങ്ങളാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. മരങ്ങളാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചാൽ
ഇത് ശാപം എന്ന് പറയാൻ പറ്റുമോ? വല്ല കള്ളുഷാപ്പൻ്റെയും മുറ്റത്ത് മരങ്ങളാവട്ടെ പറഞ്ഞ ശാപമാണ്. ഇത് വൃന്ദാവനത്തിൽ, ഗോകുലത്തിൽ, ഭഗവാന്റെ വീടിൻ്റെ മുന്നിൽ മരങ്ങളാവട്ടെ എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമല്ലേ? നാരദർ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ തൊട്ടാൻ നേരിയ കൂട്ടുവോ എന്ന് ശാപമോക്ഷം കൊടുത്തിട്ടുണ്ട്. തൻ്റെ ഭക്തനാ നാരദൻ, എപ്പോഴും തൻ്റെ നാമം ജപിക്കുന്ന ആളാ. അയാളുടെ ആ ശാപം സത്യാക്കണ്ടേ, ശാപമോക്ഷം പറഞ്ഞതും നേരെയാക്കണ്ടേ? നാരദരെ അനുഗ്രഹിക്കണമെന്ന് കരുതി ഈ നളഗോപുര മണിഗ്രീവന്മാരെ അനുഗ്രഹിക്കുകയാണ്. അത് കൂടെയുള്ള കുട്ടികൾ കണ്ടാൽ ശരിയാവില്ല, അവർ പോട്ടെ. അതിന് ഭഗവാൻ പറഞ്ഞു, ആനയ്ക്ക് നല്ല വിശപ്പുണ്ട്, കരിമ്പ് വേണമെന്ന് പറഞ്ഞു. ദൂരത്തെ കരിമ്പുള്ളൂ, ഇവിടെ ഇല്ല. അപ്പോൾ കുട്ടികളൊക്കെ കരിമ്പ് പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതും ഭഗവാൻ മുട്ടുകുത്തി വന്ന് ആ ഒരലും വലിച്ചങ്ങോട്ട് നടന്നു. 2 മരങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് സഞ്ചരിച്ചു. 2 മരങ്ങളും അങ്ങോട്ട് കടപുഴകി വീണു. അതിൽ 2 ദിവ്യ പുരുഷന്മാരുണ്ടായി. നളഗോപുരനും മണിഗ്രീവനും ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്, ഭാഗവത്തിലെ മനോഹരമായിട്ടുള്ള സ്തുതി. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസ്സതാം ദർശനേസ്തു ഭവത്തനൂനാം വാണീ ഗുണാനുകഥനേ. നല്ല നാവ് ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നു, പക്ഷേ ലോക വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇല്ലാത്ത കുറേ കാര്യങ്ങളും പരദൂഷണമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയുണ്ടായത്. അല്ല, അതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ആപത്ത്, അതിൻ്റെ വിഷമം എത്ര കണ്ടിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. ശ്രവണവും കഥായാം 2 ചെവികളുണ്ടായിരുന്നു, പക്ഷേ അങ്ങയുടെ കഥ കേൾക്കാൻ ഒന്നുമില്ല. മറ്റ് പല വിഷയങ്ങളും കേട്ട് ആ ചെവിയൊക്കെ അശുദ്ധമായി. ഹസ്തൗച, ഈ കൈകൾ 2 കൈകളുണ്ടായിരുന്നു. ആ കൈകളെ കൊണ്ട് അധർമ്മം പലതും ചെയ്തു എന്നല്ലാതെ ഭഗവാനൊരു പുഷ്പം പോലും അർച്ചിച്ചിട്ടില്ല. 2 കൈയൊന്ന് കൂട്ടിവെച്ച് ഭഗവാനെ ഒന്ന് കുമ്പിട്ട് തൊഴുതിട്ടില്ല. പാദയോനഹ, ഈ 2 കാലുകളെ കൊണ്ട് പ്രദക്ഷിണം വെച്ചിട്ടില്ല. അതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടി. ഇനി ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഭഗവാനെ ഇനി ഇങ്ങനെ പാടില്ല. വാണീ ഗുണാനുകഥനേ, നാവ് കൊണ്ട് അങ്ങയുടെ കഥകൾ പാടാൻ സാധിക്കണം. ശ്രവണവും കഥായാം, ഈ ചെവികളെ കൊണ്ട് അങ്ങയുടെ കഥകൾ കേൾക്കാൻ സാധിക്കണം. ഹസ്തൗച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസ്സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഈ കണ്ണുകളെ കൊണ്ട് അങ്ങയെ കാണാൻ സാധിക്കണം എന്നാണ് പറയേണ്ടത്, പക്ഷെ പറഞ്ഞത് അതല്ല. ഈ കണ്ണുകളെ കൊണ്ട് അങ്ങയുടെ രൂപങ്ങളായ സജ്ജനങ്ങളെ കാണാൻ സാധിക്കണം. അങ്ങയെ കാണുന്നതിനേക്കാൾ കേമാണ് സജ്ജനങ്ങളെ കാണുന്നത്. കാരണം ഞങ്ങൾക്ക് ഇപ്പം ഈ ഒരു ലാഭമുണ്ടാവാൻ, അങ്ങയെ കാണാനും അങ്ങയുടെ അനുഗ്രഹം കിട്ടാനൊക്കെ കാരണം നാരദരെ കണ്ടതുകൊണ്ടല്ലേ. ഞങ്ങളിപ്പോൾ അങ്ങനെ നേരെയായി ഈ ഒരു ബുദ്ധിയൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ? ഒരു പക്ഷേ നളഗോപുര മണിഗ്രീവന്മാരായിട്ട് ആ ഗംഗാ നദിയിൽ മദ്യം കുടിച്ച് അങ്ങനെ സേവിക്കുകയായിരുന്നെങ്കിൽ ആ ലഹരി ഞങ്ങൾ അറിയും, പക്ഷെ ഈ ഒരു ആനന്ദം ഞങ്ങൾ അറിയില്ല. ഞങ്ങൾ നാരദരെ കണ്ടിട്ടില്ല, നാരദർ ഞങ്ങളെ കണ്ടത്. അതുകൊണ്ട് ഇനിയുള്ള പ്രാർത്ഥന എന്താ? സജ്ജനങ്ങൾ ഞങ്ങളെ കാണട്ടെ. എപ്പോഴും സത്സംഗം, സജ്ജനങ്ങളെ കാണാനുള്ള ഭാഗ്യം തരണേ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൃഷ്ടിസ്സതാം ദർശനേസ്തു ഭവത്തനൂനാം. തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. ആ 2 പേരെയും ഭഗവാൻ കെട്ടഴിച്ചു വിട്ടു. പക്ഷെ ഭഗവാന്റെ കെട്ട 2 പേരും അഴിച്ചിട്ടില്ല. എന്താ ഈ ലീല കാണിക്കുന്നത് തന്നെ? ഭഗവാനെ കെട്ടിയിട്ടിട്ടില്ല യശോദ. കെട്ടിയിട്ടെന്ന് യശോദയ്ക്ക് തോന്നി, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഭഗവാനെ കെട്ടിയിട്ടാൻ ആർക്ക് പറ്റും? കെട്ടിൽപ്പെട്ട ഭഗവാനാണ് ഇപ്പോൾ ആരുടെ കെട്ടഴിച്ചു കൊടുത്തത്? നളഗോപുര മണിഗ്രീവന്മാരുടെ കെട്ടഴിച്ചു കൊടുക്കാൻ എങ്ങനെ സാധിക്കും? കെട്ടിയിട്ടില്ല എന്നർത്ഥം. അമ്മയ്ക്ക് വേണ്ടി ശരി സമ്മതിച്ചു കൊടുക്കാം, കെട്ടിയിട്ടു, സമ്മതിച്ചു കൊടുത്തു ഭഗവാൻ, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ആ കെട്ട് അഴിച്ചു കൊടുക്കായിരുന്നല്ലോ നളഗോപുര മണിഗ്രീവന്മാർക്ക്. അവരോട് പറഞ്ഞു, വേണ്ട, നിങ്ങളെ കെട്ട് ഞാൻ പഴിച്ചില്ലേ, കെട്ടിൽ പെട്ടിട്ട് ഇത് ഞാൻ അഭിനയിക്കുക, അവരിരിക്കട്ടെ, അച്ഛൻ വരട്ടെ, അച്ഛൻ അഴിച്ചു തരണം. കാരണം അത്രയ്ക്ക് പുണ്യമുള്ള ആളാണ് കെട്ടിയത്, അതേ പുണ്യമുള്ള ആൾ തന്നെ അഴിച്ചു തരണം. ആ പുണ്യാർക്കേ ഉള്ളൂ. നന്ദഗോപർക്കുള്ളത് യശോദരത്ര തന്നെ പുണ്യം. അതുകൊണ്ട് 2 പേരുടെയും മകനായിട്ട് ഭഗവാൻ വരുന്നത്. ആ ശബ്ദം കുറച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കേൾക്കുന്നത്, ആ മരം വീണ ശബ്ദം. ഓടി വന്നപ്പോഴേക്കും കാണുന്ന കാഴ്ച കൃഷ്ണൻ ആ മരത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഒരലിൻ്റെ മോള് കെട്ടിയിട്ടതാണ്, അതുകൊണ്ട് ഓടിപ്പോവാനും വയ്യ. നന്ദഗോപർക്കുണ്ടായ വിഷമം, കെട്ടൊക്കെ അഴിച്ചു. കൃഷ്ണനെ ഒക്കത്തെടുത്ത് ഓടി വന്ന് യശോദയെ കുറച്ച് ചീത്ത പറഞ്ഞു. നീ കെട്ടിട്ടുണ്ടല്ലേ അപകടം, കെട്ടിട്ടില്ലെങ്കിൽ ഉണ്ണിക്ക് ഓടിപ്പോവെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ എന്ത് ചെയ്യാം? അരങ്ങാന ഉണ്ണിയുടെ മേലേക്കാണ് വീണെന്ന് വെച്ചാൽ അന്ന് യശോദ തീരുമാനിച്ചു, ഇനി ഇല്ല, ചീത്ത പറയില്ല, അടിക്കില്ല. ഗോപികമാർക്കൊക്കെ വിഷമം, ഈ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയോ? കൈ പോയി തലോടുന്നുണ്ട്, ഒഴിഞ്ഞിടുന്നുണ്ട്. ഒന്ന് ഓടു കൃഷ്ണ, ഒന്ന് ചാടു കൃഷ്ണ, ഒന്ന് നൃത്തം വയ്ക്കൂ കൃഷ്ണ. നൃത്തം വയ്ക്കാം, എന്താ തരികയെന്ന് ചോദിക്കുന്നു. എന്താണ്? നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല. നീ നൃത്തം വയ്ക്കാൻ വെച്ചാൽ വെണ്ണ തരാം, എന്നാൽ വെണ്ണ ആദ്യം തരൂ, അല്ലെങ്കിൽ നൃത്തം വെച്ച് കഴിഞ്ഞിട്ട് വെണ്ണ ഇല്ല പറയും. അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട, വെണ്ണ ആദ്യം തന്നാൽ ഞാൻ നൃത്തം വയ്ക്കാം.
ശരി, അവരൊരുള്ള വെണ്ണ ഒരു കൈ കൊടുത്താൽ കൃഷ്ണൻ ചോദിക്കും, ഈ കൈന് മാത്രം കിട്ടിയ ഈ കൈന് വിഷമാവില്ലേ? എൻ്റെ മുന്നേ നേട്ടന് മാത്രം കൊടുത്താൽ എനിക്ക് വിഷമാവില്ലേ? ഈ കയ്യിൽ മണ്ണ തരും, രണ്ട് കയ്യിലും വെണ്ണ കൊടുത്താൽ രണ്ടും കൊണ്ട് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഒരു മുദ്ര കാണിക്കും, അത്രയേ ഉള്ളൂ. നൃത്തം വയ്ക്കും കൃഷ്ണ, നൃത്താണ് ഇപ്പോൾ വെച്ചത്, ഇതെങ്ങനെ കാണിച്ച് നിർത്താവൂ? അല്ലാതെ ഒരു 2 ഉരുള വെണ്ണയ്ക്ക് ഞാൻ 24 മണിക്കൂർ നൃത്തം വയ്ക്കുക? അത്ര നേരം നൃത്തം വെക്കണം വെച്ചാൽ അതിന് മാത്രം വെണ്ണ തന്നാൽ ആലോചിക്കാം. ഇങ്ങനെ ആ ഗോപസ്ത്രീകളെ ഭഗവാൻ അങ്ങനെ കളിപ്പിക്കുന്നതാണ്. ബാഹുക്ഷേപം ച ഗുരുതേ സ്വാനാം ച പ്രീതിമാവഹൻ. അതിനിടയ്ക്ക് പിന്നെ ക്രീണീഹി ഭോ ഫലാനീതി, ഒരു മിനി കുചരവൃത്തം. അക്കാലത്തൊരു ദരിദ്രയായിട്ടുള്ള സ്ത്രീ, അവളെ അനുഗ്രഹിച്ചു. പഴം വിറ്റ് ജീവിക്കുന്നവളാണ്. അവൾ പാത്രത്തിൽ പഴങ്ങളുമായിട്ട് പഴം വേണോ ചോദിച്ച് നടക്കുകയാണ്. ഫലം വേണോ. കൃഷ്ണൻ അത്ഭുതമായി. തൻ്റെ വീട്ടിൽ വന്ന് ഒരുത്തി ഇങ്ങോട്ട് ഫലം വേണോ? താനാണ് അങ്ങോട്ട് കർമ്മത്തിന് ഫലം കൊടുക്കുന്ന ആൾ. ആരെ ഈ കടപ്പുറത്ത് വന്ന് മണലിറക്കണത്? അവിടെ ഇപ്പം മണലിൻ്റെ ആവശ്യമില്ല. തൻ്റെ വീട്ടിൽ വന്നിട്ട് ഫലം വേണോ തന്നോട്. നോക്കിയപ്പം ഒരു സാധു സ്ത്രീയാണ്, നിഷ്കളങ്ക മനസ്സ്. പഴങ്ങളൊക്കെ പെറുക്കി കൊട്ടയിലാക്കി കൊണ്ടുപോയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കും. അവരെന്തെങ്കിലും തന്നു വെച്ചാൽ വാങ്ങും, ചോദിച്ചു വാങ്ങുന്നില്ല. എത്ര ഉറുപ്പുണ്ട് ഓരോ പഴത്തിന്, അങ്ങനെയൊന്നും പറയില്ല. കിട്ടിയതെന്താ വെച്ചാൽ വാങ്ങാൻ കഴിഞ്ഞു പോവുക. കൃഷ്ണൻ ഇവളെ വിളിച്ചു, പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ഭഗവാന്റെ ആ ഭാവം രൂപം കണ്ട സമയത്ത് അവൾക്ക് തോന്നി, താൻ ഇത്രയും കാലം പഴം വിറ്റ് കഴിഞ്ഞത് ഇതിനു വേണ്ടിയിരുന്നു. തൻ്റെ കർമ്മം സഫലാവുകയാണ്. കൃഷ്ണൻ്റെ ആ ഭാവം തൂണ് ചാരി നിൽക്കുന്നത്, ഒരു കൈ കൊണ്ട് തൂണ് പിടിച്ചിട്ടുണ്ട്, ഒരു കൈ കൊണ്ട് തന്നെ മാടി വിളിക്കുന്നുണ്ട്. ഭഗവാന്റെ ആ ചെരിഞ്ഞുള്ള നൃത്തം, ആ ഭഗവാന്റെ കണ്ണുകൾ പവിഴം പോലുള്ള ഭഗവാന്റെ ചുണ്ട്. അവൾ ഓടിച്ചെന്നു പഴങ്ങളുമായിട്ട്. 2 എണ്ണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, മുഴുവൻ അങ്ങോട്ട് ചൊരിഞ്ഞു. മതി, ഇനി ഞാൻ വേറെ വിൽക്കണമൊന്നുമില്ല, അതൊക്കെ ഇവിടെ തന്നെ ഞാൻ പോവുക. ഒന്ന് കഴിച്ചു, നല്ല സ്വാദുണ്ടെന്ന് അഭിപ്രായമൊക്കെ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് അവൾ തൊഴുതും കൊണ്ട് തിരിച്ചു പോകാൻ പുറപ്പെടുമ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ വെറുതെ ഒന്നും ഞാൻ വാങ്ങില്ല. പോവുക, ഇതിന് പകരം എന്തെങ്കിലും തരണ്ടേ? വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്നും പറഞ്ഞ് ഭഗവാൻ അകത്തേക്ക് പോയി എന്തോ ധാന്യം കുറച്ചെടുത്തു. ഗോതമ്പായിരിക്കും, അതും കുഞ്ഞി കൈയാണ്, അതും ഓട്ടക്കൈയാണ്. കുറേ ഉമ്മറപ്പടിയുണ്ട്, അല്ലെങ്കിൽ നടത്തം ചാടിച്ചാടിയിലൊരു നടത്താണ്. അത് കയ്യിൽ നിന്ന് കുറേയൊക്കെ പോയിട്ടുണ്ട്. അവസാനം കൊട്ടയ്ക്ക് ഇട്ട സമയത്ത് ഒരു മണി അതിൽ വീണു, ഒരു ഗോതമ്പത്തിൻ്റെ മണി. അവൾ പുഞ്ചിരിച്ചും കൊണ്ട് ഭഗവാനോട് പറഞ്ഞു, ധാരാളമായിട്ടോ. ചെറിയൊരു തമാശ മട്ടിൽ പറഞ്ഞതാണ്, ധാരാളമായി എന്ന് പറഞ്ഞു. അവൾ വല്ല ആ കൊട്ടൊക്കെ തലയിൽ വെച്ച് തിരിച്ചു പോകുമ്പോഴും ഭഗവാന്റെ ആ തൂണ് ചാരി നിൽക്കുന്ന രൂപം അവളുടെ മനസ്സിൽ ഇന്ന് സന്തോഷമായി. ഇതുവരില്ലാത്തൊരു സമാധാനം, ശാന്തി. ഇപ്പം മതി, ഇനി ഞാൻ ഈ പണിയൊക്കെ നിർത്തുക, ഇനി അവിടെ നിന്ന് നാമം ജപിച്ച് കഴിയുക, അത് മതി എന്നൊക്കെ പറഞ്ഞ് ഇവൾ തിരിച്ചങ്ങനെ പോകുമ്പം കൊട്ടയ്ക്ക് ഭാരം കൂടുന്നത് പോലെ തോന്നാവും. എന്തിപ്പോൾ അതിലുള്ളതൊന്നുമില്ല, ഒരു മണി ഗോതമ്പുണ്ട്, അതിന് 10 ഭാരം ഉണ്ടാവും. തോന്നാവുന്ന കരുതി ക്ഷീണം കൊണ്ട്. ചുരുക്കം പറയാം, വീട്ടിലെത്തിയപ്പോൾ എടുത്ത് താഴത്തേക്ക് വെക്കാൻ 8 ആൾ വേണ്ടി വന്നു. ഫലൈഹി അപൂരയത് രത്നൈഹി ഫലഭാണ്ഡമപൂരിച്ച. ആ കൊട്ട മുഴുവൻ രത്നങ്ങളെ കൊണ്ടും സ്വർണ്ണനാണയങ്ങളെ കൊണ്ടും അങ്ങോട്ട് നിറഞ്ഞു. അവൾക്ക് പിന്നെ പഴം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല. അവളെ അങ്ങനെ അങ്ങോട്ട് അനുഗ്രഹിച്ചു ഭഗവാൻ എന്നാണ്. നിഷ്കളങ്ക മനസ്സ് കണ്ടു, ഭഗവാന് സമർപ്പിക്കാനുള്ള ഭാവം കണ്ടപ്പം അനുഗ്രഹിച്ചു. ഭഗവാന് കൊടുക്കുന്നവർക്ക് എല്ലാ കാലവും എല്ലാം ഉണ്ടാവും, അത് ഭഗവാൻ ശ്രദ്ധിക്കും. കൊടുക്കാനുള്ള മനസ്സാണ് പ്രധാനം. ഇനി സ്ഥലം മാറുകയാണ്. ഇനി ഗോകുലലീല മാറി വൃന്ദാവന ലീല. ഒരു വൃദ്ധ ഗോപൻ എന്ന് പറഞ്ഞു, ഈ സ്ഥലത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, മരങ്ങൾ വീണു, അതിന് മുമ്പ് പൂതന രാക്ഷസി വന്നു, കാറ്റടിച്ചു, ആകെ പ്രശ്നം, നമുക്ക് സ്ഥലം മാറുക. ഇവിടെ അടുത്ത് തന്നെ വൃന്ദാവനം എന്ന സ്ഥലമുണ്ട്, നല്ല സ്ഥലമാണ്. വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനിച്ച വീക്ഷ്യാസീതുത്തമാ പ്രീതി രാമമാധവയോർ നൃപ. എല്ലാവർക്കും സന്തോഷമായി. നല്ല സ്ഥലം, വൃന്ദാവന ഭൂമി കാത്തിരിക്കുക. എന്താ കൃഷ്ണൻ നീ വരാത്തത്? ഞാനിവിടെ ഇപ്പോൾ കാടായിട്ട് വന്ന് തന്നെ നീ ഇങ്ങോട്ട് വരുമെന്ന് കരുതിയിട്ടാ, എന്താ എത്താത്തു എന്ന് പറഞ്ഞ് വൃന്ദാവനം അങ്ങനെ തുടിക്കുകയാണ്. ഭഗവാൻ അവിടേക്ക് പുറപ്പെടുകയാണ്. കാളവണ്ടികളൊക്കെ നേരെയാക്കി വെച്ചു, അതിലങ്ങനെ പ്രവേശിച്ചു. വീടൊക്കെ എടുത്തുകൊണ്ടുപോകാൻ പറ്റിയ വീടുകളാണ് അവർക്ക്. വലിയ ബംഗ്ലാവൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. ഒക്കെ എപ്പം വേണമെങ്കിൽ സ്ഥലം മാറാം. ആ ഭാഗത്തിനാണ്, എപ്പോഴും സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വ്രജവാസികൾ എന്ന് പറയുന്നത് തന്നെ. വ്രജം എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക, ഒരു ഭാഗത്തിരിക്കില്ല, മാറിക്കൊണ്ടാണ് അവരുടെ താമസം. കാളവണ്ടിയിൽ വസ്തുക്കളൊക്കെ എടുത്തു വെച്ചു. കൃഷ്ണനും രാമനും യശോദയും രോഹിണിയും ഒക്കെ കയറി പോണ വഴിക്ക് കൃഷ്ണൻ്റെ കൊഞ്ചൽ, വേണുഗാനം, രാമേട്ടൻ്റെ ചിരി, പശുക്കളുടെ കരച്ചിൽ, കഴുത്തിൽ കെട്ടിയ ആ മണികളുടെ ശബ്ദം, കുളമ്പടി ശബ്ദം, അങ്ങനെ അങ്ങനെ യമുനാ പുളിനാനിച്ച യമുനാ നദിയുടെ കളകളാരവം, ഗോവർദ്ധന പർവ്വതമൊക്കെ കണ്ട് ആര് സന്തോഷിച്ചു? കൃഷ്ണൻ സന്തോഷിച്ചു. രാവിലെ ആയാൽ വേഗം എണീറ്റ് പുറപ്പെടും. കാട്ടിലേക്ക് പോയി പലതരത്തിലുള്ള കടികൾ. തിരിച്ചു വരുമ്പം കുന്നിക്കുരു, മഞ്ചാടിക്കുരു, മയിലിപ്പിലൊക്കെ പൊറുക്കി ആർക്ക് കൊണ്ടു കൊടുക്കും? അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും. വലിയൊരു നിധി കിട്ടിയതുപോലെ ആ
രത്നമൊക്കെ ഈ കൊണ്ടുവന്ന മഞ്ചാടിക്കുരുവൊക്കെ രത്നം എന്നുള്ള മട്ടിൽ ആരെടുത്ത് വയ്ക്കും? അമ്മ എടുത്ത് വയ്ക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ വാശി പിടിക്കാൻ തുടങ്ങി. പശുക്കളെ നോക്കണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ പറഞ്ഞ് പറ്റില്ല. ഈ ചെറിയ കുട്ടി വലിയ പശുവിനെ നോക്കുക പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള പശുവൊക്കെ നമ്മുടെ നാട്ടിലത്തെ പശു പോലൊന്നുമല്ല, കപ്പൽ പോലത്തെ പശുവാണ്. നല്ല വലുപ്പമുണ്ട് അതിനൊക്കെ. അതിനൊക്കെ നോക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പശുക്കുട്ടിയെ നോക്കിക്കോട്ടെ. കുട്ടികളൊക്കെ പശുക്കുട്ടികളെ നോക്കണു. അതിൽ നേതാവ് കൃഷ്ണൻ. ഗോപന്മാരൊക്കെ പശുക്കളെ നോക്കുന്നു. അങ്ങനെയാക്കി രാവിലെ ആയാൽ കൃഷ്ണൻ അങ്ങോട്ട് പുറപ്പെടും. ക്വചിത് വനാശായ മനോദധൃജാത് പ്രാതസമുത്ഥായ വയസ്യ വത്സവാൻ പ്രബോധയൻ ശൃംഗരവേണ ചാരുണ വിനിർഗതോ വത്സപുരസ്സരോ ഹരി. നേരത്തെ എണീറ്റ് വല്ലേപ്പം കുളിയും കഴിഞ്ഞാൽ ഉടുത്തൊരുങ്ങി ഓടി വന്ന് കൊമ്പങ്ങോട്ട് വിളിക്കും. കുഴൽ വിളിക്കുമ്പോഴേക്കും കുട്ടികളൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ നിന്ന് പാത്രവും സാധനങ്ങളൊക്കെ ആയിട്ട് അവർ ആരേലൊരു കെട്ട്, തലയിലൊരു കെട്ട്, കയ്യിൽ വടി, പശുക്കുട്ടികളെ നോക്കാനായിട്ട് ഓടി വരികയാണ്. കുഴവിളി കേട്ടാൽ ഓരോ ഗോശാലയിൽ നിന്നും പശുക്കൾ ഇറങ്ങി ആ മൈതാനത്ത് ഒരുങ്ങി നിൽക്കും. അങ്ങനെ പശുക്കുട്ടികളുടെയും ഗോപക്കുട്ടികളുടെയും കൂടെ കൃഷ്ണൻ അങ്ങോട്ട് ഓടുകയാണ്. പശുക്കുട്ടികളിൽ അവരുടെ വാലുകൊണ്ട് ഭഗവാന് വെഞ്ചാമരം വീശി കൊടുക്കും. അവർക്ക് അവിടെ കൈങ്കര്യം ചെയ്യണം. അങ്ങനെ കാട്ടിലെത്തിയ പലതരത്തിലുള്ള കളികളാണ്. ഒരിക്കലും ഒളിച്ച് കളിക്കുകയാണ്. കൃഷ്ണൻ എണ്ണുന്നു, കുട്ടികളൊക്കെ പോയി ഒളിക്കുകയാണ്. അങ്ങനെ ഒളിക്കാനായിട്ട് സ്ഥലം നോക്കി നിൽക്കുമ്പോഴാണ് അഘാസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വന്ന കംസം പറഞ്ഞയച്ച് വരികയാണ്. അഖെന്ന് പറഞ്ഞ പാപം വായ തുറന്ന് അങ്ങനെ കിടക്കുകയാണ്. ഇവർ ഒളിക്കാനായിട്ടുള്ള ഗുഹ അന്വേഷിച്ചപ്പോൾ പാമ്പിൻ്റെ വായ കണ്ടപ്പോൾ ഗുഹയാണെന്ന് കരുതി അതിലേക്ക് പ്രവേശിച്ചു. ഈ കൃഷ്ണൻ കണ്ടുപിടിക്കേണ്ട കരുതി പശുക്കുട്ടികളെയും മെല്ലെ മെല്ലെ വിളിച്ച് ആ പാമ്പിൻ്റെ വായയ്ക്ക്. അവർക്ക് ഇവിടെ പുതിയതല്ലേ, അവർക്കറിയില്ലല്ലോ പാമ്പിൻ്റെ വായൊന്നും അവർക്ക് നിശ്ചയില്ല. അവർ വിചാരിച്ച അവിടുത്തെ ഗുഹയായിരിക്കും. ഏതോ ഒരു കുട്ടി പറഞ്ഞു കണ്ടിട്ട് പാമ്പിൻ്റെ വായ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാക്കി കുട്ടികളൊക്കെ പറഞ്ഞു ഈ പാമ്പിൻ്റെ വായ ആയാലെന്താ, നമ്മുടെ കൂടെ ഈശ്വരൻ നമ്മോടൊപ്പുള്ളപ്പോൾ ഒത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം. ഭഗവാനൊപ്പല്ലേ, പിന്നെന്താ പ്രശ്നം? ഇനി പാമ്പിൻ്റെ വായാണെങ്കിൽ എന്താ? ഇതാണ് അവരുടെ ഭാവം. അകത്തേക്ക് പ്രവേശിച്ചു. പാമ്പ് വായ അടയ്ക്കണില്ല. അവൻ്റെ വിചാരം ഭഗവാനെ കിട്ടണം, അതാണ് മുഖ്യം. നല്ല കാര്യം കിട്ടും. ഭഗവാനെ കിട്ടണം എന്നല്ലേ ആശിച്ചത്. ഭഗവാനെ വിഴുങ്ങണം, ഭഗവാനെ കത്താക്കണം എന്നാ മോഹം. അങ്ങനെ കാത്തിരുന്നു. ഭഗവാൻ എണ്ണലൊക്കെ കഴിഞ്ഞു ഓടി വന്നു. കുട്ടികളെ നോക്കുമ്പോൾ കാണുന്നില്ല, പശുക്കുട്ടികളുടെ ശബ്ദവും കേൾക്കുന്നില്ല. സംഗതി മനസ്സിലാക്കി അഘാസുരൻ്റെ വായയിലാണ് ഭഗവാൻ. ഓടി ഒരൊറ്റ ചാട്ടം ആ അഘാസുരൻ്റെ വായയ്ക്ക്. അഘാസുരൻ വായ അങ്ങോട്ട് അടച്ചു. അവിടെ നിന്നൊരു ത്രിവിക്രമാവതാരം ഭഗവാൻ അങ്ങോട്ട് വലുതാവാൻ തുടങ്ങി. മൂർധാവ് അങ്ങോട്ട് പൊളിഞ്ഞു. ബ്രഹ്മരന്ധ്രം ഭേദിച്ച് യോഗീശ്വരന്മാർക്കൊക്കെ മോക്ഷം കിട്ടുന്നത് പോലൊരു മോക്ഷം ആർക്ക് കൊടുത്തു? ഈ അഘാസുരന്. അതൊന്നൊരു ചൈതന്യം വന്ന് ഭഗവാനെ ലയിച്ചു. അങ്ങനെ അഘാസുര മോക്ഷം. കുട്ടികൾക്കൊക്കെ അത് അത്ഭുതമായി. ആ മരങ്ങൾ വീണതും വണ്ടി പൊട്ടിയതൊക്കെ പിന്നെ സഹിക്കാം. ഇതിപ്പം വലിയൊരു പാമ്പ് അതിൻ്റെ അകത്തെത്തിയിട്ട് ഇതിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയില്ലേ ഭഗവാൻ. അവരത് വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഇന്ന് കൃഷ്ണൻ വലിയൊരു പാമ്പിനെ പോന്നിട്ട് പറഞ്ഞു. അത് കേട്ട് ഈ ഗോപന്മാരൊക്കെ ഓടി വന്ന് നോക്കിയ സമയത്ത് ഒരു കൊല്ലക്കാലം പഴക്കമുള്ള ശവശരീരമാണ് കണ്ടത് പാമ്പിൻ്റെ. കുട്ടികൾ 5-ാം വയസ്സിൽ നടന്ന കാര്യം വീട്ടിൽ പോയി പറഞ്ഞത് 6-ാം വയസ്സിലാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അതെന്താ ഉണ്ടായി? അത്ഭുതമല്ലേ? പരീക്ഷത്തിൽ ചോദിച്ചു എന്തോ ഭഗവാന്റെ മായ അവിടെ നടന്നിട്ടുണ്ടല്ലോ. ഉണ്ട്, അതാണ് വനഭോജനം, ബ്രഹ്മമോഹനം. ബ്രഹ്മദേവനെന്ന് മോഹിപ്പിച്ചു. എന്തേണ്ടായി? ഒരിക്കൽ ഭഗവാൻ കുട്ടനോട് പറഞ്ഞു അതെ നാളെ നീ ഉച്ചയ്ക്ക് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കണ്ട, ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പിന്നെ അധികം പേര് കളിക്കാനുണ്ടാവണില്ല. ഊണ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേര് കുറയും, സപ്താഹം പോലെ തന്നെയാണ്. ഊണ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേരുണ്ടാവില്ല. ഒന്ന് കിടക്കാം, മരുന്ന് നിർത്തണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ആളുകളില്ലെങ്കിൽ കളിയൊരു രസമല്ല. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഉച്ചയ്ക്കുള്ള ഊണങ്ങോട്ട് കൊണ്ടുവന്നോളൂ, നമുക്ക് ഇവിടുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാം. സഹനാവതു സഹനവു ഭുനക്തു, നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് കഴിക്കാം, ഒരുമിച്ച് നല്ലത് ചെയ്യാം. അതാണ് വേണ്ടത്, ഐക്യത്തോടു കൂടി നല്ലത് ചെയ്യാം. ശരി, അവർക്കൊക്കെ സന്തോഷമായി. അവരൊക്കെ ഓരോ പാത്രങ്ങളിൽ കൊണ്ടുവരികയാണ്. ഓരോ വീട്ടിൽ ഓരോ വിഭവങ്ങളാവുമല്ലോ, ഓരോരുത്തർക്ക് ഓരോ വീട്ടിൽ ഓരോ സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാവും. അതുണ്ടാക്കാനുള്ള കഴിവ് അവിടുത്തെ അമ്മയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ആ സാധനം ചിലർ കൈപ്പയ്ക്കാൻ കൊണ്ടാട്ടം, ചിലർ പുളിയിഞ്ചി, ഉപ്പിലിട്ടത്, എരിശ്ശേരി, അവിയൽ, ഓലൻ, വേപ്പിലക്കട്ടി, ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട സാധനം കൊണ്ട് വരികയാണ്. പലതരത്തിലുള്ള പാത്രങ്ങളിലായിട്ട് ഇല വാട്ടി പൊതിഞ്ഞ് ചിലർ കൊണ്ടുവരും. ചിലർ ചമതയുടെ ഇലയിൽ കൊണ്ടുവരും, ചിലർ കാസറോളിൽ ചൂടാറാണ്ടിരിക്കാൻ അങ്ങനെ കൊണ്ടുവരും. ഓരോരുത്തരും ഓരോ സമ്പ്രദായമാണ്. ഉച്ചയായി കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് ഭഗവാൻ പാത്രമൊക്കെ തുറന്നെടുത്ത് വയ്ക്കും. നടുക്ക് ഭഗവാൻ ഇരിക്കും, ചുറ്റും കുട്ടികളിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ സന്തോഷം, എല്ലാവരും ഭഗവാന്റെ അടുത്തിരിക്കുകയല്ലേ. ബ്രഹ്മദേവൻ നോക്കിയ സമയത്ത് നടുക്ക് കൃഷ്ണൻ മഞ്ഞ നിറത്തിലുള്ള പട്ടുടുത്ത്, കഴുത്തിൽ മഞ്ഞ വേഷ്ടി അണിഞ്ഞ്, മഞ്ഞ നിറത്തിലുള്ള കുണ്ടലങ്ങൾ അണിഞ്ഞ്, മഞ്ഞക്കുറി തൊട്ട്, നടുക്കൊരു മഞ്ഞ ആണ്. ചുറ്റും
ഗോപബാലന്മാർ യഥാംഭോരുഹ കർണികായ, ഒരു താമര വിടർത്തി വെച്ചതുപോലെ നടുക്കുള്ള മഞ്ഞ വാർത്തയുള്ളത് ഭഗവാൻ, ചുറ്റുള്ള തളങ്ങൾ കുട്ടികൾ. ബ്രഹ്മാവ് നല്ലോണം നോക്കി, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, എന്താ ഇപ്പോൾ അവിടെ നടക്കണതെന്ന് അറിയാൻ വേണ്ടി ബ്രഹ്മാവ് നോക്കിയ സമയത്ത് കണ്ടത് ബിഭ്രത് വേണും ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണോ മസൃണകബളം തത്ഫലാന്യങ്കുലീഷു തിഷ്ഠന്മധ്യേ സ്വപരി സുഹൃതോ ഹാസയൻ നർമ്മഭിസ്വൈഃ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക് ബാലകേളിഃ ബിഭ്രത് വേണും ജഠരപടയോ. ആ കുഴലെടുത്ത് അരയിലങ്ങോട്ട് തിരികി, കൊമ്പെടുത്ത് കക്ഷത്തിൽ വെച്ചു. അമ്മ തന്ന ചോറും പാത്രം അങ്ങോട്ട് തുറന്നു. മനോഹരമായിട്ട് നല്ല ഉരുള ഉരുട്ടി വെച്ചിട്ടുണ്ട്, വെണ്ണയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച് ഉരുളയാക്കി വെച്ചത് എടുത്തു. അത് വാമേ പാണവും, ഇടത്തെ കൈ കൊണ്ട് എടുത്തു. ബ്രഹ്മാവിൻ്റെ നെറ്റി അങ്ങോട്ട് ചുടിഞ്ഞു. ഏയ്, ഇടത്തെ കൈ കൊണ്ടൊക്കെ കഴിക്കുക, ഒരാചാരം ഇല്ലാണ്ട് ഒരു സമ്പ്രദായം ഇല്ലാണ്ട്. രാമനാണിച്ച വലത്തെ കൈ കൊണ്ട് കഴിക്കും, കൃഷ്ണനിൽ അത് പ്രതീക്ഷിക്കേണ്ട. വാമേ പാണവും അസൃണ കബളം തത്ഫലാന്യങ്കുലീഷു. അത് കഴിഞ്ഞ് കൈപ്പയ്ക്ക കൊണ്ടാട്ടെടുക്കും. അത് വട്ടത്തിൽ നുറുക്കി അത് വറുത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്കുള്ള കുരു ചുറ്റുരിക്കുന്ന കുട്ടികളോട് വായ തുറക്കാൻ പറയും, അവരെ വായക്ക് തട്ടിക്കൊടുക്കും. അവർക്ക് സന്തോഷമായി. എന്നിട്ടോ അത് മോതിരം പോലെ ആയല്ലോ, അത് വിരലിൽ അങ്ങനെ അടിയും. പയറിൻ്റെ കൊണ്ടാട്ടം അത് നീളത്തിലാണ്, അത് വിരലിൻ്റെ നടുക്കിങ്ങനെ വെക്കും. എന്നിട്ട് ഒരു കടി ഒരു കൊണ്ടാട്ടം, ഒരു കടി ഒരു കൊണ്ടാട്ടം. കടിച്ച് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. അത് കടിച്ചും കൊണ്ടാണ് കഴിക്കണത്. കഴിച്ചതിൻ്റെ ബാക്കിയെടുത്ത് കുട്ടികളുടെ വായ കൊടുക്കും. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വായ നിർത്തിട്ട് കഴിക്കും. എച്ചിലും വറ്റൂല്ലാണ്ട് ഇടയച്ചക്കന്മാരുടെ കൂടെ ഇരുന്നിട്ട് ആര് പരബ്രഹ്മം, വലിയ ശുദ്ധമുള്ള ബ്രാഹ്മണർ പോലും സ്വാഹ എന്ന് പറഞ്ഞാൽ വന്ന് വാങ്ങില്ല. ആ വൃത്തി പോരാ എന്ന് പറഞ്ഞാൽ അഗ്നിദേവനെ പറഞ്ഞയക്കുന്ന ആള് ആ യജ്ഞസ്വരൂപൻ ഈ കുട്ടികളുടെ കൂടെ ബാലകേളി പുഞ്ചിരിച്ചും കൊണ്ട് തമാശ പറഞ്ഞും കൊണ്ട് ആ കുട്ടികളുടെ കൂടെ അങ്ങനെ കഴിഞ്ഞത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് സംശയമായി, നമ്മൾ പറഞ്ഞയച്ച ആളല്ലേ. അവിടെ പാലാഴി പോയിട്ട് കേമായിട്ട് സ്തുതിച്ചിട്ട് പറഞ്ഞയച്ച ആൾ മാറിപ്പോയി. ഒന്ന് നോക്കണ്ടേ, ഒന്ന് ഉറപ്പിക്കാമെന്ന് കരുതി ബ്രഹ്മദേവൻ എന്ത് ചെയ്തു, ആ പശുക്കുട്ടികളെ മുഴുവൻ സത്യലോകത്തേക്ക് കൊണ്ടുപോയി. പശുക്കുട്ടികളുടെ ശബ്ദം കേൾക്കാതെ ആയ സമയത്ത് കുട്ടികൾ പറഞ്ഞു, കൃഷ്ണ വല്ല സിംഹവും പിടിച്ചുവോ, പശുക്കുട്ടികളുടെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ, വേണ്ട നിങ്ങൾ കൊണ്ടുപോയിക്കൂ, ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ ഉരുളവായിക്കിട്ട് പശുക്കുട്ടികളെ അന്വേഷിച്ച് പോയതാ. ഇല്ല കേട്ടോ, പശുക്കുട്ടികളെ കാണാനില്ല, പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ കുട്ടികളെയും കാണില്ല. ഗോപക്കുട്ടികളെയും ആര് കൊണ്ടുപോയി? ബ്രഹ്മദേവൻ സത്യലോകത്തേക്ക് കൊണ്ടുപോയി. ഇനി കൃഷ്ണൻ കുടുങ്ങണതൊന്ന് കാണണം. ആര് കുടുങ്ങി? ബ്രഹ്മാവ കുടുങ്ങിയത്, കൃഷ്ണനല്ല. കൃഷ്ണനെ മോഹിപ്പിക്കാൻ നോക്കി, സ്വയമേവ വിമോഹിത. ഭഗവാനെ മോഹിപ്പിക്കാൻ നോക്കിയ ബ്രഹ്മാവ് സ്വയം മോഹിക്കേണ്ടായത്. കൃഷ്ണൻ തലചൊറിഞ്ഞുകൊണ്ട് സർവം വിധികൃതം, ഇതൊക്കെ എൻ്റെ വിധിയാണെന്ന് തോന്നും. അല്ല, പറഞ്ഞതെന്താ? വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നർത്ഥമുണ്ട്. ഇതൊക്കെ ബ്രഹ്മാവെ തൻ്റെ പണിയല്ലേ, കാണിച്ചു തരാം. ഈ കുട്ടികളെയൊക്കെ എൻ്റെ കൂടെ പറഞ്ഞയച്ചത് അമ്മമാർ ഞാൻ നോക്കുന്നു വിശ്വസിച്ചിട്ടല്ലേ. തിരിച്ചു പോയാൽ അവരോട് ഞാൻ എന്ത് പറയും എന്നൊക്കെ ശങ്കിച്ച് ഭഗവാൻ തൻ്റെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ എത്ര കുട്ടികളുണ്ടോ അത്ര കുട്ടികൾ ഭഗവാനും തന്നെ അങ്ങോട്ടുണ്ടായി. എത്ര പശുക്കുട്ടികളുണ്ടോ അത്ര പശുക്കുട്ടികൾ. ഒന്നിനും ഒരു വ്യത്യാസമില്ല. യാവത്ത് ശീല ഗുണാഭിതാകൃതി വയഹ, ശീലത്തിനും ഗുണത്തിനും ആകൃതിക്കും വയസ്സിനും യാവത് വിഹാരാധികം, അവരുടെ ചേഷ്ടകൾക്ക് പോലും വാസനയ്ക്ക് പോലും. ട്രൗസർ എടുത്ത കുട്ടിയച്ച ട്രൗസർ എടുത്ത കുട്ടി തന്നെ, മുണ്ടെടുത്ത കുട്ടിയച്ച മുണ്ടെടുത്ത കുട്ടി. ആ മുണ്ടിൽ മാങ്ങയുടെ കറണ്ടൊക്കെ ഇതിലും മാങ്ങയുടെ കറണ്ട്. കോന്ത്രമ്പലുള്ള കുട്ടിയച്ച കോന്ത്രമ്പലുള്ള കുട്ടി, ജലദോഷമുള്ള കുട്ടി ജലദോഷമുള്ള കുട്ടി, മൊട്ടടിച്ച കുട്ടിയച്ച മൊട്ടടിച്ച കുട്ടി. ഒന്നിനൊരു വ്യത്യാസമില്ല. യാവത് ശീല ഗുണാഭിതാകൃതി വയഹ യാവത് വിഹാരാധികം സർവം വിഷ്ണുമയം. ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഒക്കെ ബ്രഹ്മാവെ ഞാനേ ഉള്ളൂ. തിയറി ക്ലാസ് പണ്ട് കേട്ടിട്ടുണ്ട്. അഹമേവാസമേവാഗ്രേ, ബ്രഹ്മാവെ ഞാനേ ഇവിടെ ഉള്ളൂ. എന്നിൽ അന്യമായ ഒരു വസ്തു ഇവിടെ ഇല്ല. അങ്ങയ്ക്ക് വേറെയും തോന്നാം, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ അങ്ങയ്ക്ക് മനസ്സിലാവും, അങ്ങും ഞാൻ തന്നെ. ബ്രഹ്മാവായിട്ടിരിക്കുന്നത് ആരാ? ഞാൻ തന്നെയാണ്. അതാണ് ഇപ്പൊ ബോധിപ്പിച്ചു കൊടുക്കുന്നത്. സർവം വിഷ്ണുമയം ഗിരോംഗവതജ സർവസ്വരൂപോ. ബ്രഹ്മാവാകെ കുടുങ്ങി. ഈ കുട്ടികൾ ഇവിടെ കളിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അവിടെയോ ബ്രഹ്മലോകത്ത് ഇവരാച്ച വികൃതികൾ. അവിടെ എത്തിയിട്ട് സരസ്വതിയുടെ ആ പട്ടുസാരിയൊക്കെ എടുത്തുകൊണ്ട് വേണം. അളമാരി തുറന്നിട്ട് പട്ടുസാരി കിട്ടി, നമുക്ക് കൗമീനാക്കാന്ന് പറഞ്ഞ് ചീന്തുകയാണ്. അവരതെടുത്ത് അത് സരസ്വതിക്ക് വലിയ വിഷമം. സത്യലോകം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. മുകളിലുള്ള ഏറ്റവും കേമായിട്ടുള്ള നല്ല ടൈൽസ് ഒട്ടിച്ച സ്ഥലത്ത് ഇപ്പം ഗോമൂത്രവും ചാണകവും. ബ്രഹ്മാവിനെ ചീത്ത പറയുകയാണെങ്കിൽ ഇയാൾ അവിടെ ഇവിടെയും പോയി ഓരോ അപകടം ഒപ്പിക്കും. ഈ പശുവിനെ കൊണ്ടുവന്ന് നോക്കാനുള്ള ആളെയും കൂടി കൊണ്ടുവരണ്ടേ, ഇതിപ്പോൾ ചാണകം വരിക, ഇതൊക്കെ തന്നെ എൻ്റെ പണി എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് പാവം ചീത്ത കേൾക്കുകയാണ്.
കുട്ടികളെയൊക്കെ ഒന്ന് നേരെയാക്കി അവിടെ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തുമ്പോഴേക്കും അരയണത്തിൻ്റെ പുറത്ത് കയറിയിട്ട് കൊക്ക് പിടിച്ച് വളയ്ക്കുക. മുത്തച്ഛാ ടാറ്റ എന്നൊക്കെ ബ്രഹ്മാവ് വരുമ്പോൾ ബ്രഹ്മാവൻ അങ്ങോട്ട് കുടുങ്ങിയെന്നായി. അവിടെ നിന്നൊക്കെ ഒന്ന് മാറ്റുമ്പോഴേക്കും സരസ്വതിയുടെ വീണ പോയിട്ട് അതിങ്ങനെ ആ കമ്പിയെടുത്ത് ടയം ടയം എന്ന് പറഞ്ഞത് പൊട്ടിക്കുക. എങ്ങനെയെങ്കിലും ഇവരെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി എന്നായി ആർക്കിപ്പം ഈ ബ്രഹ്മദേവന്. ഇവിടെ എത്തി വൃന്ദാവനത്തിലെത്തി നോക്കുമ്പോഴോ ഈ കുട്ടികൾ അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല, ഭഗവാന്റെ കൂടെ കളിക്കുന്നുണ്ട്. ദയ കുട്ടികൾ തൻ്റെ വീട്ടിലോ മഹാശല്യക്കാർ. തിരിച്ച് സത്യലോകത്തെത്തിയപ്പം അവിടെ താനിരിക്കുന്ന സ്ഥാനത്ത് തന്നെ പോലെ വേറൊരാൾ ബ്രഹ്മാവ്. വേറൊരു ബ്രഹ്മാവൻ ആരുണ്ടാക്കി? ഈ ബ്രഹ്മാവൻ ആരുണ്ടാക്കിയത്? ആ ഭഗവാൻ ഇപ്പോൾ വേറൊരു ബ്രഹ്മാവൻ ഉണ്ടാക്കാനാണോ പ്രയാസം? അവിടേക്ക് പ്രവേശിക്കാൻ പുറപ്പെട്ടപ്പോൾ സെക്യൂരിറ്റിക്കാർ തടഞ്ഞു, ഇങ്ങോട്ട് കയറാൻ പാടില്ല പറഞ്ഞു. ID കാർഡ് അവിടെ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്രഹ്മാവ് ചോദിച്ചു, ഞാനല്ലേ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, ഞാൻ ബ്രഹ്മാവാ. അവർ പറഞ്ഞു പതുക്കെ പറഞ്ഞാൽ മതി, ഇന്നലെ ഒരാൾ വന്ന് പറഞ്ഞു തന്നെ ബ്രഹ്മാവാണ്. അടി കിട്ടുകയുണ്ടായത്, അതുകൊണ്ട് മിണ്ടണ്ട, അയാളാണ് ബ്രഹ്മാവ്. നല്ലോണം നോക്കിയപ്പം ആ ബ്രഹ്മാവ് മുഖം കൂടി മാറ്റി നോക്കി ഈ ബ്രഹ്മാവിനെ നോക്കി ചിരിക്കുകയാണ്. അതും കൃഷ്ണനാ. ഇവിടെ നിൽക്കണ്ട, സത്യലോകത്ത് നിന്നിട്ടൊരു കാര്യമില്ല, അങ്ങേക്ക് സമാധാനമാണ് വെച്ചാൽ വൃന്ദാവനത്തിലേക്ക് ചൊല്ലും. അതങ്ങോട്ട് കേട്ടതും അദ്ദേഹം നേരെ വൃന്ദാവനത്തിലേക്ക് വന്നു. ബോധം അങ്ങോട്ട് പോയി, അങ്ങോട്ട് വീണു വൃന്ദാവനത്തിൽ. പിന്നെ കണ്ണ് തുറക്കണത് ഇളങ്കാറ്റ് അങ്ങനെ അടിക്കുന്നുണ്ട്, വേണുഗാൻ അങ്ങനെ കേൾക്കണു, മയിൽപ്പിലികൾ അങ്ങനെ വീണുണ്ട്. മനോഹരമായിട്ടുള്ള സ്ഥലം, ഏതായി സ്ഥലം? അതാണ് വൃന്ദാവനം. അവിടെയുള്ള ഭഗവാനെ കണ്ടതും ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് പോയിട്ടാണ് അദ്ദേഹം നമസ്കരിക്കുന്നത്. നൗമീഡ്യത്തെ അഭ്രവപുഷേ തടിതംബുരായ കുഞ്ചാവതംസപരിപിച്ഛല സന്മുഖായ വന്യസ്രജേ കപളവേത്ര വിഷാണ വേണുലക്ഷ്മശ്രിയേ മൃദുപതേ പശുപാങ്കജായ. എട്ടയൻ്റെ മകനെ അങ്ങേക്ക് നമസ്കാരം. പശുപാങ്കജായ. ആരാ സ്തുതിക്കുന്നത്? ബ്രഹ്മാവേ. ബ്രഹ്മാവ് അങ്ങനെയല്ല. ബ്രഹ്മാവ് സ്തുതിക്കുമ്പോൾ സത്യവ്രതം, സത്യവരം, ത്രിസത്യം, ജ്ഞാനിയല്ലേ, അങ്ങനെ സ്തുതിക്കേണ്ടത്. പക്ഷേ എന്ത് ജ്ഞാനം? അതൊക്കെ അവിടെ മാറ്റി. ജ്ഞാനേ പ്രയാസം. അറിവുണ്ടാക്കലൊക്കെ പ്രയാസമാണ് ഭഗവാന്. അറിവ് കൊണ്ട് കിട്ടുന്നത് എന്താ? ശാന്തിയാണ്. ഈശ്വര കഥ കേട്ടാലും കിട്ടുന്നത് എന്താ? ശാന്തിയാണ്. ഈശ്വര കഥ പറഞ്ഞാൽ കിട്ടുന്നതാ? സമാധാനം. കേട്ടാൽ കിട്ടുന്നതാ? സമാധാനം തന്നെയാണ്. രണ്ടുപേർക്കും തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ എളുപ്പം ഏതാ? പറയണോ കേൾക്കുകയാണോ? പറയാലോ. ഒന്നാം വേണ്ടിയിരുന്ന് പറയൂ. ഇപ്പം അത്ര നേരെ തുടങ്ങിയിട്ട് ഉറക്കാണ്ടങ്ങനെ കൊണ്ടുപോകണച്ചത്ര പണിയുണ്ട്. അത്ര എളുപ്പമാണെന്നൊന്നും വിചാരിക്കണ്ട. പറയുമ്പോൾ മാറിപ്പോകാൻ പാടില്ല. കേൾവിക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണം. ചിലപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ കൂട്ടുമായിട്ട് ഉറങ്ങുക. അത് കാണുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പോയിന്ന് വരാം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മാറിപ്പോകരുത്. കഥാപാത്രമൊക്കെ മാറിപ്പോയാൽ വയ്യ. വസുദേവയുടെ സ്ഥാനത്ത് നന്ദഗോപരനായാൽ വയ്യ. ദേവയ്ക്ക് യശോദയായ പോയി. കരുതി ശ്രദ്ധിച്ചിട്ടൊക്കെ വേണ്ടേ? എന്നാൽ കഥ കേൾക്കുമ്പോഴോ ശ്രദ്ധിക്കണോ? പറയുമ്പോൾ എന്തായാലും ഉറങ്ങാൻ വയ്യ. കേൾക്കുമ്പോഴോ ഫാനുള്ള ദിക്കിൽ പോയി ഇരിക്കുക. ഒരു മൂലക്കലൊക്കെ ചാരാൻ പറ്റിയ മട്ടിൽ അങ്ങനെ ഇരുന്ന് അങ്ങനെ സർവത്ര കേട്ടാൽ എണീക്കുക, ഇഡ്ഡലി കഴിക്കുക, ലപ്പുമാവ് കഴിക്കുക. അടുത്ത സർവത്ര കേട്ടാൽ പോയി ഊണ് കഴിക്കുക. എന്ത് സുഖമാണ്! പറയലത്ര സുഖമല്ല. എന്നാൽ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും കിട്ടുക വൈകുണ്ഠ. എന്നാൽ പിന്നെ കേൾക്കല്ലേ സുഖം. എന്താ ബ്രഹ്മാവ് ചോദിക്കുന്നത്? എന്നെ പിടിച്ചെന്തിനെ ബ്രഹ്മാവാക്കി? ജ്ഞാനേ പ്രയാസമുതപാസ്യ നമന്ദയേവ ജീവന്തി സന്മുഖരിതാം ഭവദീയ വാർത്താം സ്ഥാനേ സ്ഥിതാഃ ശ്രുതിഗതാം തനുവാങ് മനോഭിദ്യേ പ്രായശോചിതചിതോപ്യസിതൈസ്ത്രിലോക്യാം. ഇരിക്കണ ദിക്കിൽ ഇരിക്കുക, ഈശ്വര കഥകൾ കേൾക്കുക. മതി, ഇത്രയും വേണ്ടു. ആ ഇരിക്കുന്ന സ്ഥലം വൈകുണ്ഠമായിട്ട് മാറും. ഏത് ജാതി ആയാലും ഏത് മതമാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും അതൊന്നും വിഷയമില്ല. ഉള്ള സ്ഥലം വൈകുണ്ഠമാക്കാനുള്ള വിദ്യ കയ്യിലുണ്ടായ പോലെ എന്നെ പിടിച്ച് അങ്ങനെ ബ്രഹ്മാവാക്കി. അങ്ങയുടെ അച്ഛനായ നന്ദഗോപുരം എത്ര ഭാഗ്യവാനാണ്. അങ്ങയെ എടുക്കാനും ലാളിക്കാനും സാധിക്കുന്നില്ലേ? അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം. ആ യശോദ ഭാഗ്യവതിയല്ലേ? യന്മിത്രം പരമാനന്ദം. അങ്ങയുടെ കൂട്ടുകാർ ആ ഗോപപാലന്മാരെന്ത് പുണ്യം ചെയ്തു. അങ്ങയുടെ തോളുക്കൈയിടാനും അങ്ങയുടെ കൂടെ ഊണ് കഴിക്കാനും അങ്ങേക്ക് വാരിത്തരാനൊക്കെ അവർക്ക് സാധിക്കുന്നില്ലേ? ബ്രഹ്മാവായ എനിക്കോ മഹാദേവനൊന്നും സാധിക്കുന്നില്ലല്ലോ. യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. ഈ സനാതനമായ പൂർണ്ണ ബ്രഹ്മത്തെ ഇങ്ങനെ അനുഭവിക്കാൻ എന്ത് ഭാഗ്യം ചെയ്തു പശുക്കുട്ടികൾ. അങ്ങയുടെ ആ പാദം നക്കിത്തോർത്താൻ അവർക്ക് സാധിക്കുന്നില്ലേ? അങ്ങ് ഇടയ്ക്ക് ഓടക്കോഴ വിളിക്കുമ്പം ചാരി നിൽക്കുന്നത് എവിടെയാണ്? പശുവിൻ്റെ പുറത്താണ് ചാരി നിൽക്കുന്നത്. ഇടയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കും, പുറത്തുനിന്ന് ആ പുറമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും, അതിൻ്റെ ആ നെറ്റിയിലൊക്കെ തലോടും. എന്ത് പുണ്യം ചെയ്തു! ഒരു പശുവായിട്ടെങ്കിലും ജനിക്കാൻ പറ്റിയാൽ
അല്ലെങ്കിൽ നന്ദഗോപരായിട്ട് ജനിക്കാൻ പറ്റിയാൽ, യശോദയായിട്ട് സാധിച്ചാൽ പോട്ടെ. അതല്ലെങ്കിൽ ആ ഗോപസ്ത്രീകളൊരു ഗോപസ്ത്രീ ആയിരുന്നെങ്കിൽ അങ്ങയുടെ കൂടെ നൃത്തം വയ്ക്കാലോ. ഇല്ല, അത്രയ്ക്കൊന്നും പുണ്യം എനിക്കില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ പാദസ്പർശം ഏൽക്കാൻ പാകത്തിന് ഒരു പുല്ലായിട്ട് ജനിക്കാൻ സാധിച്ചാൽ അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. ആ വൃന്ദാവനത്തിൽ ഒരു പുല്ലായിട്ടൊരു ജന്മം ഭഗവാനെ അങ്ങ് എനിക്ക് തരുമോ എന്ന് ചോദിച്ച് ആ ബ്രഹ്മാവ് ഭഗവാന്റെ കാൽക്കലം കണ്ട് വീണ് നമസ്കരിക്കുന്നു. ബ്രഹ്മാവ് താൻ മറച്ച കുട്ടികളെ തിരിച്ചു കൊടുത്തു. ഭഗവാനാവട്ടെ താനായിട്ട് മാറിയ കുട്ടികളെ തന്നിലേക്ക് തന്നെ ഉപസംഹരിച്ചു. ബ്രഹ്മലോകത്തൊരു നിമിഷം കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇവിടെ ഒരു വർഷം കഴിഞ്ഞു. കുട്ടികളാവട്ടെ ബ്രഹ്മലോകത്ത് നടന്ന കാര്യമൊക്കെ മറന്നു. അവരെ സംബന്ധിച്ച് ഇന്ന് കൃഷ്ണൻ ഒരു പാമ്പിനെ കൊന്നു, അല്ല ഇന്നല്ല, ഒരു കൊല്ലം മുന്നേ. അവരത് വീട്ടിൽ പോയി പറഞ്ഞു. എന്തിനാ ഇപ്പം ഈ ലീല ഉണ്ടായത്? ഒന്ന് ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കാൻ. ഇതൊക്കെ ഞാൻ തന്നെ പോരാ, തന്മാതൃണാം ച കസ്യച, ആ അമ്മമാർക്ക് വേണ്ടി, ഗോപികമാർക്ക് വേണ്ടിയാണ് ഈ ലീല. കൃഷ്ണനെ കുളിപ്പിക്കുന്നത് കാണുമ്പോഴും, പൊട്ട് തൊടിക്കുന്നത് കാണുമ്പോഴും, ഉടുപ്പിക്കുന്നത് കാണുമ്പോഴും, മയിൽപ്പീലി ചാർത്തുന്നത് കാണുമ്പോഴും ഗോപികമാരെ ചുറ്റും നിന്നിട്ട് ഇങ്ങനെ പറയും, ഭാഗ്യവതിയായ യശോദ, നമുക്ക് ഈ ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ഒരു ദിവസം ഈ കൃഷ്ണനെ ഇതുപോലെ ഒന്ന് ഒരുക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കാറുണ്ട്. പൂർണ്ണാവതാരല്ലേ, ആരെന്ത് ചിന്തിച്ചാലും സാധിപ്പിച്ചു കൊടുക്കും. ഭഗവാൻ നോക്കിയവരെ എന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം ആക്കണ്ട, 365 ദിവസം അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ കുട്ടിയായിട്ട് ഞാൻ വരാം. അതാണിപ്പം ഒരു വർഷക്കാലം അവരുടെ കുട്ടിയായിട്ട് വന്നതാരാ? ഭഗവാനാണ്. അവർക്ക് ഭഗവാനെ കുളിപ്പിക്കാനും പൊട്ടു തൊടിക്കാനും ഒക്കെ സാധിച്ചു. അവരെ കുട്ടിയിട്ട് ആര് നിന്നു കൊടുത്തു? ഭഗവാൻ നിന്നു കൊടുത്തു. ആ ഗോപികമാരെ അനുഗ്രഹിക്കാനാണ് ഈ ലീല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ആ കാളിയ നർത്തനം എന്ന ഭാഗം പിന്നീട്